റാഫി എവിടെയാണ് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നമ്മുടെ സ്റ്റേ അറ്റ് ഹോം സ്റ്റഡി അറ്റ് ഹോം എന്ന പ്രോഗ്രാം ഹയർ സെക്കൻഡറി +2 മാത്തമാറ്റിക്സ് വിഷയമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മോട് ഇന്നിവിടെ സംവദിക്കാൻ MSFൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മുസ്ലിം ലീഗ് നിരീക്ഷകൻ, പ്രിയപ്പെട്ട അധ്യാപകനും അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയപ്പെട്ട നൗഷാദ് മണ്ണിശ്ശേരി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് നമ്മുടെ മാത്തമാറ്റിക്സ് വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപകൻ മുജീബ് റഹ്മാൻ സാറാണ്. MSCയും B.Edഉം കഴിഞ്ഞ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മൾ വളരെ താല്പര്യപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന സാറെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ MSFൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് P.A. നിഷാദ് നിങ്ങളേവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലം MSFൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സജീർ കളപ്പാടനൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് P.A. നിഷാദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവരും അവരുടെ വീടുകളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലോകം വളരെ ആശങ്കയോടുകൂടി കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ +2 SSLC വിദ്യാർത്ഥികൾ ഒരു വർഷത്തോളം അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവരൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പരീക്ഷ തൊട്ടടുത്ത് എത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പരീക്ഷ പോലും അവിടെ നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തിയത്. സ്വാഭാവികമായിട്ടും അത്രത്തോളം ഒരു വർഷത്തോളമായി പ്രയത്നത്തിലായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒട്ടനവധി ദിവസങ്ങൾ ഇപ്പോൾ കടന്നുപോയി. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാവും പകലുമില്ലാതെ അവരൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് അതിൻ്റെ അവസാനം 99% കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥ എത്തിയത്. ആ സമയത്ത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇനി എന്നാണ് നമ്മുടെ പരീക്ഷ വരിക എന്ന് പോലും അറിയില്ല. പക്ഷേ വിദ്യാർത്ഥികൾ പഠിച്ച ആ പോർഷനൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് മലപ്പുറം ജില്ലാ MSF കമ്മിറ്റി ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലാ MSF കമ്മിറ്റി തീരുമാനിച്ചത്. അത് തുടക്കത്തിൽ പല രീതിയിലുള്ള ചർച്ചകളും വന്നു. എങ്കിലും നമുക്ക് കിട്ടാവുന്ന എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആയിരിക്കണം ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജീകരിക്കേണ്ടത് എന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും അതിനടിസ്ഥാനത്തിലാണ് സ്റ്റഡി അറ്റ് ഹോം എന്ന പേരിൽ ഇത്തരത്തിലൊരു ഓൺലൈൻ പഠന ക്ലാസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ക്ലാസ് എടുത്തത്. വളരെയധികം നല്ല ഫീഡ്ബാക്കാണ്. നമ്മൾ പ്രത്യേകിച്ച് SSLC വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്കാണ് അവരുടെ 3 പരീക്ഷകളാണ് വീതമാണ് നമ്മൾ സസ്പെൻഡ് ആയിട്ട് പോയത്. അപ്പോൾ ആ വിഷയങ്ങളിൽ അവർക്ക് വീണ്ടും റിവിഷൻ മാത്രമുള്ളൂ. കാരണം ഒരു വർഷത്തോളമായിട്ട് തയ്യാറെടുപ്പുകളുമായിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് റിവിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ആ റിവിഷന് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് നടക്കുന്നത്. എല്ലാ പാഠഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇനി എന്ന് അവർ റിവിഷന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ അന്നും അവർക്ക് ഈ ഓൺലൈനിലുള്ള ക്ലാസ് എടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ആ പാഠഭാഗങ്ങൾ അവർ കവർ ചെയ്യുമ്പോൾ വളരെയധികം സുഖകരമായിട്ട് അവർക്ക് പഠനത്തെ അല്ലെങ്കിൽ മുമ്പ് പഠിച്ചതിനെ ഓർത്തെടുക്കാം എന്നുള്ളതാണ് ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ടുള്ള ഒരു ഗുണം എന്നുള്ളത് വിദ്യാർത്ഥികൾ തന്നെ മലപ്പുറം ജില്ലാ MSFനെ അറിയിച്ചു. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഏകദേശം ഓരോ ക്ലാസ് കഴിയുമ്പോഴും 50,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ് കൊണ്ടിരിക്കുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട്
കാണുന്ന വിദ്യാർത്ഥികൾ അതുപോലെ രക്ഷിതാക്കൾ ഇത് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ MSFൻ്റെ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനിയും ദിവസങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലാ MSFൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും ഇതിൽ യൂട്യൂബ് ചാനലിലൂടെ കയറിയാൽ നിങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സുകളും ലഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ പരമാവധി ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറയുകയാണ്. ഇന്ന് നമ്മോട് അഭിമുഖീകരിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഭിവന്ദ്യനായിട്ടുള്ള നൗഷാദ് മണ്ണിശ്ശേരിയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഭിവന്ദ്യനായിട്ടുള്ള നേതാവ്. അദ്ദേഹത്തെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള നൗഷാദ് മണ്ണിശ്ശേരി സാഹിബ് അദ്ദേഹത്തെ ഈ ലൈവിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, മലപ്പുറം ജില്ലാ MSFൻ്റെ സ്നേഹമുള്ള ഭാരവാഹികളെ, ജില്ലാ MSF കമ്മിറ്റി ഈ സവിശേഷമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പരിപാടിയാണ് ഓൺലൈനായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ സാമൂഹ്യമായ അകലം പാലിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഈ കാലത്ത് സോഷ്യൽ മീഡിയയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്നതൊരു സവിശേഷതയാണ്. ലോകത്ത് ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ആരും സ്വപ്നേ വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സ്വപ്നത്തിലോ ചിന്തകളിലോ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത രീതിയിലുള്ളൊരു ലോകക്രമം. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്ത് സംഭവിക്കുക എന്നും ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ. കൊറോണാനന്തര ലോകം എന്ന ഒന്ന് ചിലപ്പോൾ ഉണ്ടാവും. ലോകത്ത് മാനവകുലത്തിൻ്റെ പ്രയാണവീതിയിൽ ഒരിക്കലും തുല്യതയില്ലാത്ത, നമുക്ക് ചരിത്രത്തിലോ ചരിത്രാതീത കാലത്തോ ഇതിന് തുല്യമായ ഒന്ന് പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ കൊറോണാനന്തര ലോകക്രമം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. സാമൂഹ്യ ജീവിയായ മനുഷ്യനോട് സാമൂഹ്യമായ അകലം പാലിക്കണം എന്ന് നിർബന്ധിക്കുന്നൊരു കാലം. ഇപ്പോൾ ലോകത്തിലെല്ലാ 118 രാജ്യങ്ങളിലെ വിദ്യാലയങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. പരീക്ഷകളും ക്ലാസ്സും ഒക്കെ സജീവമായി നടക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇതൊരു പരീക്ഷാ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് 118 രാഷ്ട്രങ്ങളിലെ കലാലയങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ, നമ്മളിപ്പോൾ അത് ഒന്ന് മനോഹരമാക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഏകാന്ത തടവിലാണ്, വീട്ടുതടങ്കലിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലാ MSF കമ്മിറ്റി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. സാധാരണ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി, ഒരു അലസത ഉണ്ടാകും. പഠനം എന്ന് പറയുന്നൊരു പ്രക്രിയ അതിങ്ങനെ തുടങ്ങി അതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെ പോകുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഭീതിജനകമായ അന്തരീക്ഷം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയല്ലല്ലോ, നമുക്കൊരു ഭയമുണ്ട്. ഇറങ്ങി നടന്നാലുണ്ടാകുന്നൊരു ഭയമുണ്ട്, ആളുകളുമായി കൂടിയിരുന്നാലുണ്ടാകുന്നൊരു ഭയമുണ്ട്. അങ്ങനെ ഉള്ളിലൊരു മഹാമാരിയുടെ ആധിയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നൊരു അലസതയും മടുപ്പുമുണ്ട്. ആ വിരസതയിൽ നിന്ന് നമുക്കൊരു നവോന്മേഷം നൽകാൻ കൂടി ഇത് ഉപകരിക്കും. പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ടുവന്നതാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകൻ മുജീബ് സാറ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഇതിൻ്റെ ഒരു ആമുഖം എന്നുള്ളവർക്ക് പറയാൻ മാത്രമേ ഉള്ളൂ. മാത്തമാറ്റിക്സ് പലർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. നന്നായി നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കണം, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മളറിയാം, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ 3rd ഗ്രൂപ്പ് എടുത്തത് കണക്ക് പഠിച്ചിട്ടാണ്. കണക്ക് നമുക്കൊരു ഭയമുള്ള സംഗതിയാണ്. പക്ഷേ പിന്നീട് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും എളുപ്പമുള്ള ഈസിയുള്ളൊരു വിഷയമാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. കൃത്യമാവുമല്ലോ, കണക്കെപ്പോഴും കൃത്യമാവുന്നുള്ളതാണ്. സാധാരണ നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റി,
ഞാൻ കണക്ക് കൂട്ടിയത് മാതിരി ആയില്ലാന്ന്. കാരണം കണക്ക് കൂട്ടലുകൾ എപ്പോഴും കൃത്യമാവും. എന്നും 2 കൂട്ടിയാൽ 4 തന്നെയാണ്. കണക്കിനാണ് നമുക്ക് കൃത്യമായി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയാം. എനിക്കെൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നന്നായി പഠിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ച കൊറോണാനന്തര ലോകം ഒരു പക്ഷേ അധിക മത്സരത്തിൻ്റേതാകും. എക്സ്പെർട്ടുകൾക്കൊക്കെ എങ്ങനെയാണ് ഇനി ലോകത്ത് ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളെ സ്വാംശീകരിച്ചാലാണ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാം മാറ്റം വരും. പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയണം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പറയും ഇന്ന വിഷയത്തിന് സ്കോപ്പുണ്ട്, ഇന്ന വിഷയത്തിന് സ്കോപ്പുണ്ട്, മറ്റേത് പഠിച്ചാൽ സ്കോപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നിനും സ്കോപ്പില്ല. സ്കോപ്പുള്ളത് ആ വ്യക്തിക്കാണ്, എനിക്കാണ് സ്കോപ്പുള്ളത്. അപ്പം നമ്മൾ എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. മാത്തമാറ്റിക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊരു മൂർത്തമായ ഒന്നാണ്. ഞാൻ സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. ചില കുട്ടികളോട് സംശയം ചോദിക്കും, ഈ പഠിച്ചോൻ കുറേ മുമ്പുണ്ടായതായിരുന്നു, ആദ്യം മുതലേ ഉണ്ട്, അള്ളാഹു എന്ന് മുതലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അതെങ്ങനെ അങ്ങനെ അള്ളാഹു ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് എന്തേക്കാരം? അപ്പോൾ ഞാൻ കുട്ടികളോട് അതിന് മറുപടി പറയും, മനുഷ്യൻ എണ്ണാൻ തുടങ്ങിയത് എന്നാണ്. ഒരു സാധനത്ത് നോക്കിയിട്ട് ഇത് 1 മറ്റു നോക്കിയത് 2 എണ്ണാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു കാലമില്ലല്ലോ. എന്നും നമ്മുടെ മുമ്പിൽ 1 ഒന്നും കൂടി വന്നാൽ 2. ഇത് എണ്ണിയാൽ തീരുമില്ല. പസഫിക് സമുദ്രതീരത്തെ മണൽത്തരികളെ മുഴുവൻ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ എണ്ണി തീർക്കുക, ആയുസുണ്ടെങ്കിൽ. എണ്ണുമ്പോൾ കൂട്ടി എണ്ണ എന്നതുപോലെ ദൈവം അനന്തമാണ്, അനാദിയാണ് എന്ന് പറയുന്നത്. അത് മാത്തമാറ്റിക്സിന് അത്തരത്തിലുള്ള ഒന്നുണ്ട്. കണക്ക് കൃത്യമാണ്. അതിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു സംഭവം പറഞ്ഞതാണ്. നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു അദ്ദേഹം. പിന്നീട് KSRTCയുടെ MD ഒക്കെ ആയി. KG രാജമാണിക്യം IAS. KG രാജമാണിക്യം IASന് റാങ്ക് വാങ്ങിയ ആളാണ്. പക്ഷേ അത് പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ പോലും എടുക്കാനൊന്നും ആയിരുന്നില്ല. KG രാജമാണിക്യം IAS 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇതുപോലൊരു പരീക്ഷക്കാലം ആ 14 വയസ്സായ കുട്ടിയെ വിളിച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് അധ്യാപകർ പറയുന്നൊരു സംഭവമുണ്ട്. KG രാജമാണിക്യത്തിന് പഠിക്കുന്ന തമിഴ്നാട്ടിലെ ആ സ്കൂള് അവർ കഴിഞ്ഞ 20 വർഷമായി 100% വിജയം ഉണ്ടാക്കുന്നത്. നമ്മുടെ പല സ്കൂളുകളും 100% വിജയം ഉണ്ടാക്കുന്നത് ജയിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികളെ പരീക്ഷ എഴുതിക്കാതെയാണ്. നമ്മുടെ ജില്ലയിലാണ് നമ്മളെല്ലാവരെയും പരീക്ഷയ്ക്ക് ഇരുത്തി എല്ലാവരെയും വിജയിപ്പിക്കാറുള്ളത്. പല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളും ജയിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ മാത്രം പരീക്ഷ എഴുതിക്കും. ഇവർ സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പോൾ ആ സ്കൂളിൻ്റെ 20 വർഷമായിട്ടുള്ള 100% എന്ന അവരുടെ ആ കാര്യം നഷ്ടപ്പെടാൻ പോകണം. ആ വെയിറ്റേജ് ഇല്ലാതാൻ പോകണം. എന്തുകൊണ്ടാണ്? KG രാജമാണിക്യം എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. രാജമാണിക്യം എന്തായാലും കണക്കിന് തോൽക്കും, മറ്റെല്ലാ വിഷയത്തിനും അവൻ ജയിക്കും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അവൻ്റെ മുഴുവൻ കണക്കിൻ്റെ മാർക്ക് കൂട്ടിയിട്ടും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരമുള്ള 20 മാർക്ക് അവന് കിട്ടണില്ല. അന്ന് തമിഴ്നാട്ടിൽ 20 മാർക്ക് കിട്ടിയാലേ ഒരു വിഷയത്തിൽ ജയിക്കുകയുള്ളൂ. KG രാജമാണിക്യത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള മുഴുവൻ മാർക്ക് കൂട്ടിയാലും 20 മാർക്ക് തികയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അവർ തീരുമാനിച്ചു അവനെ പരീക്ഷ എഴുതിക്കണ്ട. അത് ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മാണിക്യം, നീ ഇത്തവണ പബ്ലിക് എക്സാമിന് പരീക്ഷ എഴുതണ്ട. ഇവിടുന്ന് കുട്ടികളുടെ ലിസ്റ്റ് ഞങ്ങൾ എക്സാമിനേഷൻ ബോർഡിന് അയക്കുന്നുണ്ട്. നിൻ്റെ പേര് മാത്രം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണക്കിന് 20 മാർക്ക് വാങ്ങാൻ നിനക്ക് കഴിയില്ല. 1 മുതൽ 10 വരെയുള്ള നിൻ്റെ ഇത്രയും കാലത്തെ മാർക്ക് കൂട്ടിയിട്ട് പോലും ഒരു 20 മാർക്ക് ഒപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് നീ പരീക്ഷ എഴുതേണ്ട. സ്കൂളിൻ്റെ 100% എന്ന മേനി ഇവിടെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ആ നിഷ്കളങ്കനായ 14 വയസ്സുകാരനായ രാജമാണിക്യത്തിന് വലിയ സങ്കടം വന്നു. അവൻ വാവിട്ട് കരഞ്ഞു. ഏങ്ങി കരഞ്ഞപ്പോൾ അവൻ്റെ മാത്തമാറ്റിക്സ് അധ്യാപകൻ്റെ മുഖത്ത് നോക്കി വല്ലാതെ ഏങ്ങലടിച്ചപ്പോൾ ആ മാഷക്ക് വലിയ വിഷമം തോന്നി. എന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം, ഞാൻ ജയിക്കും, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിലെങ്കിലും ഞാൻ ജയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ശരി എങ്കിൽ ഇവനെ ഞാൻ പ്രത്യേകമായൊരു കോച്ചിങ് കൊടുക്കാം. ഇനിയും എക്സാമിന് 1 മാസം ഉണ്ടല്ലോ, ആ 1 മാസം കൃത്യമായി ഞാൻ ഇവന് പ്രത്യേക പരിശീലനം കൊടുക്കാം എന്ന കണക്കധ്യാപകൻ സ്റ്റാഫ് മീറ്റിങ്ങിൽ വെച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ കുട്ടിയുടെ പേര് കൂടി പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഇവർ അപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് അന്ന് സ്കൂൾ വിട്ടതിന് ശേഷം രാജമാണിക്യത്തിൻ്റെ രക്ഷിതാക്കളെ കണ്ടിട്ട് അധ്യാപകൻ പറയാണ്, ഞാൻ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരുള്ളൂ. സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ട് രാത്രി സ്വന്തം മകനെപ്പോലെ കൂടെ ഇരുത്തി പ്രത്യേകമായ കോച്ചിങ് കൊടുത്ത് 1 മാസം കഴിഞ്ഞ് പരീക്ഷയുടെ അന്ന് ആ കണക്കധ്യാപകൻ അവനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മാണിക്യം, ഞാൻ പറഞ്ഞ വാക്കിലാണ് നിനക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടായത്. അതുകൊണ്ട് നീ എന്നെ മാനം കെടുത്തരുത്.
നീ ഒരു 20 മാർക്ക് കണക്കിന് വാങ്ങി 10ാം ക്ലാസ് വിജയിച്ച് 100 മേനി നിലനിർത്തി തന്നാൽ ഞാൻ തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം വരെ നഗ്നപാതനായി നടന്നുപോയി തലമുണ്ടനം ചെയ്ത് തിരിച്ചു വരും രാജമാണിക്യം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാർ ഒരു 20 മാർക്കല്ലേ ഞാൻ നേടിയിരിക്കും. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ തമിഴ്നാട് മുഴുവൻ നോക്കി നിൽക്കുന്ന എന്താണ്? രാജമാണിക്യത്തിൻ്റെ കണക്കിൻ്റെ മാർക്കാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം രാജമാണിക്യം ജയിച്ചു. MG രാജമാണിക്യത്തിന് 100ൽ 100 മാർക്കാണ് കണക്കിന് കിട്ടിയത്. മറ്റൊരു വിഷയത്തിനാണെങ്കിൽ അങ്ങനെ കിട്ടൂല. ശാസ്ത്രമാണെങ്കിലും ചരിത്രമാണെങ്കിലും നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അന്ന് കണക്കിന് കിട്ടിയ 100ൽ 100 മാർക്കാണ് KG രാജമാണിക്യത്തിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആയത്. പഠിക്കാൻ ഒരു സാധായായ ആ കുട്ടി നന്നായി പഠിക്കാൻ ആരംഭിച്ചു. പ്രത്യേകമായ ഒരു പരിശീലനം കിട്ടിയാൽ, പ്രത്യേകമായ ഒരു പരിചരണം കിട്ടിയാൽ, പരിഗണന കിട്ടിയാൽ ഉയർന്നു വരാൻ കഴിയും എന്ന കുട്ടിക്ക് തോന്നി. അവൻ പഠിച്ചു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ 1ാം റാങ്കുകാരനായി. ഇന്ന് കേരളത്തിലെ IAS കേഡറിൽ ജോലി ചെയ്യുകയാണ്. എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിഭാധനായ കലക്ടറായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാൻ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് നീട്ടി അങ്ങനെ പറയല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗണിത അധ്യാപകൻ ശിവസുബ്രഹ്മണ്യ ശാസ്ത്രികൾ കുട്ടികളെ കണക്ക് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അവരെ തീരത്തേക്ക് കൊണ്ടുപോയി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ. നന്നായി പരിശ്രമിച്ചാൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുജീബ് സാർ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തയ്യാറായി നിൽക്കുക എന്നറിയാം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകും. രക്ഷിതാക്കളോട് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാലത്ത് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇരിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ ഇങ്ങനെ മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ഇരിക്കുമ്പോൾ അത് വിജ്ഞാനത്തിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയണം. വിജ്ഞാനത്തിനും വിനോദത്തിനും ഇത് ഉപകരിക്കും. വിനോദത്തെ മാത്രം ലാക്കാക്കി ഇരിക്കുന്നതിൽ നിന്ന് അവരെ ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഈ ഒഴിവ് സമയം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. നന്നായി പഠിക്കുക. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളോട് പറഞ്ഞ ആ വാക്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഠിക്കുക, വീണ്ടും പഠിക്കുക. വിദ്യാഭ്യാസം, നിങ്ങൾക്കൊരാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അവനെ ലോകത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരാളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ, അവനെ പഠിപ്പിച്ചാൽ മതി. മഹാനായ CH എപ്പോഴും പറയായിരുന്നു. CHൻ്റെ അവസാനത്തെ പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞ്, പ്രിയപ്പെട്ട കുട്ടികളെ പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന് തന്നെയാണ്. അതുമാത്രമാണ് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ MSFൻ്റെ മലപ്പുറം ഡിസ്ട്രിക്ട് നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുറേ ദിവസങ്ങളായി ഒരുപാട് സങ്കടത്തിലാണ്. പക്ഷേ ഈ ഒറ്റപ്പെടൽ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസും നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ കഴിയണം. സാധാരണ സ്റ്റുഡൻസിന് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ +2 എക്സാമിന് കഴിഞ്ഞാൽ കോമ്പറ്റീവ് എക്സാമിനും +2 എക്സാമിനും എല്ലാം മാത്തമാറ്റിക്സ് എക്സാമിനൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് എക്സാമിന് ഒരുപാട് സമയം കിട്ടി. കോമ്പറ്റീവ് എക്സാമുകൾക്ക് 2-2.5 മാസം കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഈ സങ്കടത്തിനിടയിലും ഒരു പോസിറ്റീവായിട്ട് കാണണം. മാക്സിമം ടൈം ഉപയോഗപ്പെടുത്തുക. ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി,
ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഈ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും കണക്റ്റഡാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം ലെങ്തിയാണ് ചാപ്റ്റേഴ്സ്. കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഈ 2 ചാപ്റ്റേഴ്സിനും ഔട്ട് ഓഫ് 80 ഒരു 10 മുതൽ 14 വരെ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓർ 10 to 15. സാധാരണ 80 മാർക്സിൽ 10 to 15 മാർക്സ് വരെ നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂറ്റി ഉള്ള ചാപ്റ്റേഴ്സാണ്. കാൽക്കുലസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ്. മാക്സിമം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ ഓർക്കേണ്ടത്, പലരും മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് പറയാറുണ്ട്. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കറിയാം മാത്തമാറ്റിക്സ് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻസിലോ റിസൾട്ട്സിലോ തെറ്റിപ്പോവും. അപ്പോൾ ഈ തെറ്റില്ലാതിരിക്കാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് 10 മുതൽ 15 വരെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത വർഷം മുതൽ 60 മാർക്സ്. അപ്പോൾ ലാസ്റ്റ് എക്സാമാണ് 80 നമുക്കൊരു 10 to 15 സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. നന്നായിട്ട് കെയർ ചെയ്യാം. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഫസ്റ്റിൽ നമ്മൾ ഇതിൽ വരുന്നൊരു പോയിൻ്റ്, നമ്മൾ 11th കുറേ കാര്യങ്ങൾ, +1 കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ്സ് നമുക്കറിയാം. സെറ്റ്സ് A equal to set 1, 2, 3, 4, 5, B equal to set 6, 7. ഈ സെറ്റ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ A cross B പഠിച്ചിട്ടുണ്ട്. A cross B equal to we know that 1, 6, 1, 7 etc. അപ്പോൾ 2 സെറ്റ് കണക്ട് ചെയ്തിട്ട് A cross B ഉണ്ടാവും. ഈ A cross Bയുടെ സബ്സെറ്റുകൾ, that means if you take only 1, 6 as a set, we call it as subsets of A cross B. ഈ A cross Bയുടെ സബ്സെറ്റുകൾ കംപ്ലീറ്റ് റിലേഷൻസ്. അപ്പോൾ ഈ റിലേഷൻസ് നമ്മൾ R കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. റിലേഷൻസ്, ഈ റിലേഷൻസിൽ സം കണ്ടീഷൻസ് നമ്മൾ പറയുമ്പോഴാണ് വി ഗെറ്റ് ദ ഫങ്ഷൻസ് മീൻസ് നിങ്ങൾക്കറിയാം 2 കണ്ടീഷൻ വേണം റിലേഷനിൽ. എവരി എലമെൻറ്റ് ഹാസ് എ യുണീക്ക് ഇമേജ്. ഓൾ എലമെൻറ്റ്സ് ഹാസ് ഇമേജ് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഓൺലി 1 ഇമേജ്. അപ്പോൾ നമ്മളുടെ ഈ റിലേഷൻസിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫങ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഫങ്ഷൻസിൽ നമ്മൾ ഡൊമൈനും റേഞ്ചുമുണ്ട്. ഫങ്ഷൻസിന് ഡൊമൈൻ, റേഞ്ച് കാര്യമായിട്ടൊന്നുമില്ല. എക്സ് വാല്യൂസ് വി കോൾ ഇറ്റ് ആസ് ദ സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് വി കോൾ ഇറ്റ് ആസ് ഡൊമൈൻ ആൻഡ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓർ സെറ്റ് ഓഫ് വൈ വാല്യൂസ് വി കോൾ ഇറ്റ് ആസ് റേഞ്ച്. അങ്ങനെ ഡൊമൈനും റേഞ്ചും ഫങ്ഷൻസിലുണ്ട്. ഈ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ വി കോൾ ഇറ്റ് ആസ് റിയൽ ഫങ്ഷൻസ്. അങ്ങനെയുള്ള കുറേ റിയൽ ഫങ്ഷൻസ് നമ്മൾ +1 കുറേ നെയിംസ് പഠിച്ചിട്ടുണ്ട് റിയൽ ഫങ്ഷൻസിൻ്റെ. ഐഡൻറ്റിറ്റി ഫങ്ഷൻ, റെസിപ്രോക്കൽ ഫങ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ, സിഗ്നം ഫങ്ഷൻ, ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ റിയൽ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈ റിയൽ ഫങ്ഷൻസിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഈ +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇത് നമ്മൾ +1 പഠിച്ച പോർഷൻസാണ് ഇതെല്ലാം.
സെറ്റ്സ് ഉണ്ടായി. സെറ്റ്സ് എന്ന് ബിയിൽ കാൽക്കുലേറ്റ് എ ക്രോസ് ബി ഉണ്ടായി. എ ക്രോസ് ബിയിലുള്ള സബ്സെറ്റ്സുകളെല്ലാം റിലേഷൻസ് ആണ്. ഈ റിലേഷൻസിൻ്റെ നമ്മൾ കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻസ് കിട്ടി. ഈ ഫങ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ് വാല്യൂസ് ആൻഡ് വൈ വാല്യൂസ് ആർ ഓൾ റിയൽ നമ്പേഴ്സ്. ദെൻ വി കോൾ ഇറ്റ് ആസ് റിയൽ ഫങ്ഷൻസ്. ഈ റിയൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ റിയൽ ഫങ്ഷൻസിൻ്റെ ചില കണ്ടീഷൻസാണ് നമ്മൾ ഈ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ്. ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സ് എപ്പോഴാണ് ഒരു പോയിൻ്റിൽ കണ്ടിന്യൂസ് ആവുക? അപ്പോൾ ഈ ഫങ്ഷൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴെപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫിലെ റെപ്രസെൻറ്റേഷനും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതെന്താണെന്ന് ഒരു ഐഡിയ, അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ? കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ഫങ്ഷൻസിന് കംപ്ലീറ്റ് ഗ്രാഫ്സ് ഉണ്ട്. ഈ റിയൽ ഫങ്ഷൻസിന് കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. നമുക്കറിയാം സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് ഇൻഡിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഗ്രാഫ്സ് കണ്ടിട്ടുണ്ട്. ഈ ഗ്രാഫ്സ് നമ്മൾ എപ്പോഴാണ് ഒരു കണ്ടിന്യൂസ് നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആകുന്നത്, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആകുന്നത് ഹിയർ എക്സ് ആക്സ് ആൻഡ് വൈ ആക്സിസ് ദർ, എക്സ് ആക്സ് വൈ ആക്സിസ് ദർ. ദെൻ ഒരു ഗ്രാഫ് കണ്ടിന്യൂസ് ആവുന്നത് വി കോൾ ഇറ്റ് ആസ് ഇഫ് യു ടേക്ക് y equal to f of x, a graph of that function. ഈ ഫംഗ്ഷൻ സൈൻ എക്സ് ആവാം, കോസ് എക്സ് ആവാം, ടാൻ എക്സ് ആവാം, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ആവാം, ഏത് ഫംഗ്ഷനും ആവാം. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? ഇഫ് വിൽ ടേക്ക് എ ചോക്ക് ആൻഡ് ഇഫ് യു ഡ്രോ the graph of that function continuously, when we call it as continuous function, or without breaking, if you draw that graph on the board, it is called as continuous function. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ഐഡിയ ആണ്. ഇനി നമ്മൾ മാത്തമെറ്റിക്കലി നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കണ്ടീഷൻസ് നമ്മൾ അറിയണം, ഗ്രാഫ്സ്. ദാറ്റ് മീൻസ് നമുക്ക് ഞാൻ ഗ്രാഫ് വരയ്ക്കാം. ഹിയർ എ graph is there, x-axis and y-axis is there. It is a graph of y equal to f of x. Another graph here, and third graph, and fourth graph. It is y equal to f of x. It is y equal to f of x. y equal to f of x-ൻ്റെ ഗ്രാഫാണ് ഈ 4 ഗ്രാഫ്. ഇതൊരു ഫംഗ്ഷനാണ്, എല്ലാം ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ഗ്രാഫ് എക്സ് ആക്സും വൈ ആക്സും ഞാൻ വരച്ചില്ല, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹിയർ എക്സ് ആക്സ് ഈസ് ദർ, വൈ ആക്സ് ഈസ് ദർ, വൈ ആക്സ് ഈസ് ദർ. Then if you take a point C, that is C is a point on x-axis, C, then we know that in this C, f of c, the value of that function is not defined. That is, here f of c is not defined. Here the function f of c is not defined. And second, in this point c, we know that here f of c is there, therefore f of c is defined. Then but this function is not continuous at this point. Why? That is, f of c defined, but here limit does not exist. You know that limit of a function you studied in +1. That means limit does not exist. Therefore, that is limit x tends to c minus f of x not equal to limit x tends to c plus f of x. Simple ആണ്. Limit x tends to c minus f of x not equal to limit x tends to c plus f of x. That means the graph of this function,
the graph of this function, ലെഫ്റ്റ് നിന്ന് വരുന്ന ഈ ഗ്രാഫ് ടെൻഡ് ചെയ്യുന്ന പോയിൻ്റ് സി എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ടെൻഡ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെയാണ് വൈ ആക്സിസിൽ ഒരു 4 ആണ് അസ്യൂം ചെയ്ത് 4. ആൻഡ് റൈറ്റിൽ നിന്ന് വരുന്ന ഗ്രാഫ് ടെൻഡ് ചെയ്യുന്നത് ഈ പോയിന്റിലേക്കാണ്. വാട്ട് ഇസ് ദാറ്റ്? സേ 5 ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 4 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 5 ആണ്. Therefore we call it as limit does not exist. Therefore it is not a continuous function. ഇനി നമുക്ക് തേർഡ് ഫംഗ്ഷനിലേക്ക് എടുക്കാം. തേർഡ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് സി ഹിയർ, ദ എഫ് ഓഫ് സി ഹിയർ, എഫ് ഓഫ് സി ഈസ് ഹിയർ. Therefore here f of c. Therefore first condition is okay, f of c is defined. And second, limit x tends to c, f of x exists. That means limit x tends to c minus f of x equal to limit x tends to c plus f of x. ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഗ്രാഫും റൈറ്റിൽ നിന്ന് വരുന്ന ഗ്രാഫും ഒരേ പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്നു. Therefore ലിമിറ്റ് എക്സ് ആൻഡ് സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. ഈ രണ്ട് കണ്ടീഷനുണ്ട്. എന്നിട്ടും ഈ ഗ്രാഫ് കണ്ടിന്യൂസ് അല്ല അറ്റ് ദിസ് പോയിന്റ്. വൈ? ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഡിഫൈൻഡ്, ലിമിറ്റ് എക്സിസ്റ്റ്. But if you draw this graph, if you draw like this, then jump here, then you can draw like this. It is not continuous at this point C. Therefore, in the third step, what is that? Here f of c defined, limit does not exist. എന്നിട്ടും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇറ്റ് ഈസ് കോൾഡ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. Therefore, in the last graph, we know that first f of c. Here, if you take c here, the y value is f of c. f of c is defined. f of c is defined. f of c okay ആണ്, defined. And limit x tends to c minus f of x. Limit x tends to c minus f of x equal to limit x tends to c plus f of x. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഗ്രാഫും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഗ്രാഫും ഒരേ പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ടു കണ്ടീഷൻ ഈസ് ഓക്കെ. എഫ് ഓഫ് സി ഇസ് ഡിഫൈൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഈക്വൽ. Therefore it is limit x tends to c f of x exist. Limit x tends to c f of x exist. Then and here there is another condition. What is that? In the third, that limit must be limit x tends to c f of x equal to f of c. That existing limit must be equal to this f of c. Therefore this function is continuous. Therefore what is the continuity at a point? That is, if a function is continuous at a point c, first f of c must be defined. Second, limit x and c f of x exist, or left hand limit and right hand limit are equal. And third, that limit must be equal to f of c. That limit must be equal to f of c. അപ്പോൾ ഈ ത്രീ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ at the point x equal to c. At the point x equal to c. That is called a continuity at a point c. ഒരു ഫംഗ്ഷനിൽ at a point, continuity at a point c. Then we know that if a function is continuous at a point c, f of c must be defined. Second, limit x and c f of x exist. Third, that existing limit must be equal to f of c. Then the function is continuous at x equal to c, at that point x equal to c. Then in the second point is, if the continuity at a point, then second point is continuity at open interval ab, or any open interval ab. What's the continuity in an open interval ab? That is, a function f of x is here, f of x is here. Then here a point a, here a point b. 2, 3. Say an example, 2, 3. Then if we know that it is a y equal to f of x, and if you substitute a value for a, you get f of a here, f of a here, and value b, f of b is here, f of b, f of b is here, f of a is here. Then a function is continuous in open interval ab means the function is continuous at all points in between a and b. All points in between a and b. And the third condition is what?
the continuity at an closed interval AB. Closed interval AB. That means continuity in a closed interval AB means we know that closed interval AB including A and B. What's the meaning of continuity at a closed interval AB? That is, it is continuous at all points in between A and B. Then what's the next condition? എയിലും ബിയിലും കണ്ടിന്യൂസ് ആവണമെന്നുണ്ടോ? ഇല്ല. ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആകുമെന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻക്ലൂഡാണ്. ദെർഫോർ ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആവാൻ ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണിത്. ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, എന്താ ഇതിൻ്റെ കണ്ടീഷൻ? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. ആൻഡ് ലിമിറ്റ് എയിൽ കണ്ടിന്യൂസ് അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് ഈ പോയിൻറ്റിലേക്കാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ഈ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ എയിൽ കണ്ടിന്യൂസ് അല്ല. ഇവിടെ എന്താ കണ്ടീഷൻ? ഇറ്റ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. റൈറ്റിൽ നിന്ന് വരുന്ന ലിമിറ്റ് എഫ് ഓഫ് എയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി. ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഗ്രാഫ് ബിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഫങ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ്. സെക്കൻഡ്, കണ്ടിന്യൂറ്റി ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആൻഡ് തേർഡ്, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് ഇൻ ക്ലോസ്ഡ് എ ബി. ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആവാൻ എയിലും ബിയിലും ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആവണം. ബട്ട് എയിലും ബിയിലും കണ്ടിന്യൂസ് ആവണം നിർബന്ധമല്ല. എയുടെ റൈറ്റിൽ നിന്ന് വരുന്ന ലിമിറ്റ് എഫ് ഓഫ് എയിലേക്ക്, ബിയുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലിമിറ്റ് എഫ് ഓഫ് ബിയിലേക്ക്. Therefore the function is continuous in closed AB. And third, what is a continuous function? Continuous function is what? That is, if a function is continuous at all points in its domain, we know that it is a sin x, graph of sin x. It is continuous at all points in its domain. ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ we call it as it is a continuous function. Therefore, our fourth point is continuous function if it is continuous at all points in its domain. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂറ്റിയുടെയും ഡിഫറൻഷ്യബിലിറ്റി എല്ലാം ചാപ്റ്റേഴ്സിൽ നമ്മൾ ചെയ്യൽ. ആദ്യം നമ്മൾ അതിൻ്റെ ഒരു തിയറി ജസ്റ്റ് അങ്ങ് പറയും. തിയറി പറയുമ്പം കുറച്ച് ഞാനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അത് നമ്മുടെ പുതിയ എക്സാം സിസ്റ്റത്തിൽ ഗ്രാഫ്സ് വല്ലാതെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാഫും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. സ്പീഡിൽ ഗ്രാഫ് പെട്ടെന്ന് പറയും, നമ്മൾ പ്രോബ്ലം തന്നെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 2019, 18, 17, 16 ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ തിയറി പറയും, സെക്കൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ജസ്റ്റ് പറയും, പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 2 ചാപ്റ്റർ നല്ല സ്പീഡിൽ മാത്രമേ എടുക്കാൻ പറ്റൂ എന്നറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 hours കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇന്ന് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. ആ സമയം എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 hours നിങ്ങൾ നൈറ്റിൽ ഇതിൻ്റെ NCERTയുടെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് തന്നെ സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ ക്ലിയർ ആവും.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എ പോയിൻ്റ്, ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആയാൽ എപ്പോഴാണ്? എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? സിമ്പിളാണ്, എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവണം. ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആവുന്നത് നിങ്ങളൊന്ന് കെയർ ചെയ്യണം. എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള പോയിൻറ്റ്സിലെല്ലാം കണ്ടിന്യൂസ് ആവണം. ആൻഡ് എ പ്ലസ് എഫ് ഓഫ് എക്സ്, എൻ്റെ റൈറ്റ് സൈഡ് വരുന്ന ഗ്രാഫ് എഫ് ഓഫ് എ ആയാൽ മതി. ആൻഡ് ബി മൈനസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ബി ആയാൽ മതി. എ ലാസ്റ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി നമ്മൾ സാധാരണ ഇതിൽ നിന്നും വരാറുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ സാധാരണ വരാറ്. നമ്മൾ ഒരു നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 5. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 5, എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 5. ആൻഡ് 3x minus 5 x less than 5 is a continuous function or is continuous at the point x equal to 5 എന്നെല്ലാം പറയും. Then what is the value of k? വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 3x by 4x x not equal to 0, sin 3x by 4x x not equal to 0 and k x equal to 0. അവിടെ ലെസ് ദാൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 5 കണ്ടിന്യൂസ് ആവണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 കണ്ടിന്യൂസ് ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് 5 ഇവിടെ ഡിഫൈൻഡ് ആണ്. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് സി ഡിഫൈൻഡ് ആയിരിക്കണം, ഡിഫൈൻഡ് ആണ്. സെക്കൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഈ ലിമിറ്റ്സ് ഈക്വൽ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. തേർഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 5 ആയിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. Therefore, limit x tends to 5 minus kx plus 5 equal to limit x tends to 5 plus 3x minus 5. That means ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. 5k plus 5 equal to 3 into 5 minus 5. That is 5k equal to 15 minus 5 is 10. 10 minus 5, therefore k equal to 5 by 5 equal to 1. Therefore, we find the value of k. Okay, നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 3x by 4x എക്സ് നോട്ട് ഈക്വൽ 0 ആൻഡ് എക്സ് ഈക്വൽ 0. നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ദിസ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് കെ. Therefore, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x by 4x ഈക്വൽ ടു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന തിയറം നിങ്ങൾക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x equal to 1. Therefore, limit x and 0 sin 3x by 4x we write as limit x tends 0 sin 3x by 3x into 3x by 4x. അല്ലെങ്കിൽ ഈ എക്സ് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? sin 3x by 3x into 3x by 4x. Therefore, x and x will cancel and the value of sin 3x by 3x limit 3x tends to 0 is 1. Therefore, the answer is 1 into 3 by 4, that is equal to k. f of 0 equal to f of 0. f of 0 equal to k. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് സാധാരണ നമ്മളുടെ എക്സാമിന് വരാറ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു ആകുമ്പോൾ നമ്മളുടെ
കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റിൽ നമ്മൾ പറയുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന കണ്ടീഷൻ കൊടുക്കണം. ലെസ് ദാൻ 5 ഗ്രേറ്റർ ദാൻ 5ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കെയുടെ വാല്യൂ മാത്രം കാണാനാണ്. നിങ്ങൾക്ക് ഏകദേശം ചെയ്യാനുള്ള ഒരു സമയം ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ലിമിറ്റ്സിൽ നമ്മൾ ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു 3 കണ്ടീഷൻ ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x equal to 1x less than equal to 2, ax plus b 2 less than x less than equal to 5, 2 less than x less than equal to 5, 7x greater than equal to 5, 7x greater than equal to 5. Given that it is a continuous function തന്നിട്ടുണ്ട്, then find the value of a and b. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 2 and 5. Therefore ഫസ്റ്റ് വി ക്യാൻ ഇക്വേറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് limit x tends to 2 minus f of x is limit x tends to 2 minus f of x is here 2 minus the value is 1. Therefore 1 equal to 2 plus f of x. Here the value is ax plus b. Ax plus b you can substitute 2 here. Therefore a into 2 plus b. A into 2 plus b. Therefore our equation is 2a plus b equal to 1. First equation. And second, here the function is continuous at x equal to 5. Therefore limit x tends to 5 minus f of x equal to limit x tends to 5 plus f of x. Therefore 5 minus f of x, you know that the value is here ax plus b. That is limit x tends to 5 minus ax plus b equal to limit x tends to 5 plus the value is 7. That means you substitute x equal to 5, a into 5 plus b equal to 7. Therefore second equation 5a plus b equal to 7, our second equation. Then solving these two equations you get the value 5a plus b equal to 7, our second equation. Therefore 5a minus 2a is 3a. 3a equal to 7 minus 1 6. Therefore a equal to 6 by 3 equal to 2. A equal to 2. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു മാത്തമാറ്റിക്സിൽ നമുക്കെല്ലാവർക്കും വളരെ ഇപ്പോൾ സയൻസ് കൊമേഴ്സ് എടുത്ത ആൾക്കാർക്ക് എല്ലാവർക്കും അത്യാവശ്യം മാത്തമാറ്റിക്സിൽ ഐഡിയ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഫുൾ മാർക്സ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രോബ്ലം 1 2 2 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെ കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടാവും. ഒന്ന് റീബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 80 ഔട്ട് ഓഫ് 80ൽ 67 52 ഈ മാർക്സുകളിൽ പോയിട്ട് 80 ഔട്ട് ഓഫ് 80 തന്നെ കിട്ടും. ഓരോ പ്രോബ്ലത്തിനും നമ്മൾ എന്ത് ചെയ്യാം, സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് തെറ്റിയിട്ടുണ്ടാവും. Therefore a equal to 2. A equal to 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ കിട്ടി. ഹിയർ സബ്സ്റ്റിറ്റ്യൂഷൻ what is that 2 into 2 plus b equal to 1. Therefore b equal to 1 minus 4 equal to minus 3. Therefore you get the value of a equal to 2 and b equal to minus 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിന്യൂറ്റി at a point, continuity in an interval, open interval ab, continuity in a closed interval ab. അപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ഫങ്ഷൻ ഇത്രയും നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞു. അതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് ചെയ്തു. ഈ പ്രോബ്ലംസാണ് സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് വരാറ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 2018 ചോദിച്ചൊരു ക്വസ്റ്റനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യില്ല. ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 2 hours ക്ലാസ്സിൽ നിങ്ങൾ 2 hours പോരാ, നിങ്ങളൊരു 4 hours ഇന്ന് വർക്ക് ചെയ്താൽ 2 ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10
x less than 3 and f of x equal to ax plus b. f of x equal to 10, x less than 3, f of x equal to as plus b, 3 less than equal to x less than 4 and 20 x greater than equal to 4. 2018 ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഈ 2018 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ 2017 ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5, എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1, എക്സ് മൈനസ് 5, എക്സ് greater than 1 is continuous or not. If this function is continuous or not, is continuous or not. ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണോ അല്ലേന്ന്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആണ്. ഉടൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സിസ്റ്റ് ആണോ. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. That is limit x tends to 1 minus f of x, you substitute here x plus 5 1 കൊടുത്താൽ 1 plus 5 6 ആണ്. ലിമിറ്റ് x tends to 1 plus f of x നമ്മൾ x കൊടുത്താൽ x minus 5, x minus 5 1 കൊടുത്താൽ 1 minus 5 minus 4 ആണ്. That is not equal. Therefore this function is not continuous at x equal to 1. At x equal to 1. Why? Limit does not exist. That is limit x tends to 1 minus f of x not equal to 1 plus f of x. നമ്മൾ ഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ഏതിൻ്റെ ഗ്രാഫ് ആയിക്കോട്ടെ, ആ ഗ്രാഫിൽ എക്സ് ആക്സിൽ 1ന് നേരെ വരുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഗ്രാഫ് 6ലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്, y ആക്സിൽ 6ലേക്ക്. 1ൻ്റെ റൈറ്റ് സൈഡിലെ ഗ്രാഫ് 4ലേക്കാണ്, -4 അറ്റൻഡ് ചെയ്യുന്നത്. Therefore the function is not continuous at the point x equal to 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കണം. തൊട്ട് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5a എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0, 5a എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0, a സൈൻ എക്സ് പ്ലസ് b കോസ് എക്സ്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ pi by 2 and b minus pi by 2 x greater than equal to pi by 2. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തൊട്ട് മുമ്പ് നമുക്ക് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5a x less than equal to 0, 5a x less than equal to 0, a sin s plus b cos x 0 less than x less than pi by 2, b minus pi by 2 x greater than equal to pi by 2. സിമ്പിൾ ആണ്. ഈ ഫംഗ്ഷൻ 0ൽ കണ്ടിന്യൂസ് ആണ്. Therefore ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 0, ലിമിറ്റ് x tends to 0 minus f of x equal to limit x tends to 0 plus f of x ആയിരിക്കണം. That means limit x tends to 0 minus f of x 5a ആണ്. 5a ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0 പ്ലസ്സിലെ എഫ് ഓഫ് എക്സ് 0 ഉണ്ട്, a sin x plus b cos x. Therefore there is no x. Therefore 5a equal to 0 ചെയ്താൽ sin 0 0, a into 0 ഇത് 0 ആയിപ്പോയി, b cos x cos 0 1 ആണ്. Therefore a sin x plus b cos x, a sin x plus b cos x, b cos xൻ്റെ കണ്ടീഷൻ b cos x അല്ല cos x മാത്രം, ഹിയർ cos x മാത്രം. ക്വസ്റ്റ്യൻസിൽ a sin x plus cos x മാത്രം. ഞാൻ കണ്ട ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് അറിയും 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. a sin x plus cos x ആണ്. Therefore 5a equal to ഇത് 0 ആയി, then cos x equal to 1, therefore a equal to 1/5. Then second, limit x tends to, it is continuous at pi by 2. Therefore pi by 2 minus f of x equal to limit x tends to pi by 2 plus f of x. This pi by 2 minus
you substitute here a sin pi by 2 cos pi by 2. A into sin pi by 2 plus cos pi by 2. A into sin pi by 2 plus cos pi by 2 equal to x tends to pi by 2 plus f of x. ഇവിടെ അപ്ലൈ ഉണ്ട് b മൈനസ് പൈ ബൈ, അവിടെ എക്സ് ഇല്ല, b മൈനസ് പൈ ബൈ 2. അപ്പോൾ നമുക്കറിയാം സൈൻ 0 0, സൈൻ പൈ ബൈ 2 1 ആണ്. therefore a 1/5 ആണ്. 1/5 into 1 equal to cos pi by 2 0 ആണ്. therefore 0 equal to b minus pi by 2. therefore b equal to 1/5 plus pi by 2. b equal to 1/5 plus pi by 2 and a equal to 1/5. a equal to 1/5 and b equal to 1/5 plus pi by 2. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അപ്പോൾ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം നോക്കുക. 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് തരാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചോദിച്ചതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ജസ്റ്റ് എഴുതിക്കോളൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax plus 1 if x is less than equal to 3 and bx plus 3 x greater than 3 is a continuous function, then find the relation between a and b. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം, റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 3 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസിൽ എ എസ് പ്ലസ് 1 കൊടുക്കാം, 3 പ്ലസിൽ ബി എസ് പ്ലസ് 3 കൊടുക്കാം. എയുടെയും ബിയുടെയും റിലേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് തരും. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ തരും, ഓർ കെയുടെ വാല്യൂ കാണാൻ തരും. ഇങ്ങനെ നമുക്ക് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ അറിയേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. ഒന്ന്, ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എ പോയിൻ്റ് സി ആണെങ്കിൽ നമ്മൾ സിയിലുള്ള കണ്ടീഷൻസ് പറഞ്ഞു. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് സി ആണെങ്കിൽ നമുക്ക് സിയിലുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. സെക്കൻഡ്, കണ്ടിന്യൂറ്റി ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അറിയാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറിയാം. ഇനി ഈ കണ്ടിന്യൂറ്റി നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഒരു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ തരും. ഈ ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഇതാണ്, ലെസ് ദാൻ ഈക്വൽ ടു 3 ഗ്രേറ്റർ ദാൻ 3. ഇതിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എയുടെയും ബിയുടെയും വാല്യൂ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് ഈക്വേറ്റ് ചെയ്തിട്ട് വാല്യൂ കാണാം. ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എസ് പ്ലസ് 1 ഇതിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം, നമുക്ക് വാല്യൂ കാണാൻ പറ്റും. ഇത്രയാണ് നമ്മളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിലതിന് ശേഷം നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് പോവുകയാണ്. ഡിഫറൻഷ്യബിലിറ്റി അപ്പോൾ ഈ ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവല്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവല്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എഫ് ഓഫ് സി എല്ലാ പോയിൻ്റ് ഡൊമൈനിലുള്ള ഏത് പോയിൻ്റ് സി എടുത്താലും അത് നമുക്ക് ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് തേർഡ്, ലിമിറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഓൾ ദാറ്റ് പോയിൻ്റ്. ദെൻ ഇഫ് all points in its domain f of x is continuous, then it is called it as f of x is a continuous function. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ ഏതാ? അത് ചില സമയത്ത് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് അല്ലാത്ത, നമ്മൾ ഇതുവരെ പഠിച്ച റിയൽ ഫംഗ്ഷൻസിൽ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ, നമ്മൾ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ മീൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റാത്ത ഫംഗ്ഷൻ. അങ്ങനെ വരക്കാൻ പറ്റാത്ത ഫംഗ്ഷനാണ് നമുക്കറിയാം
ഗ്രാഫ് കാണുമ്പോൾ തന്നെ തിരിയും സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. എവിടെ കണ്ടിന്യൂസ് അല്ലാത്ത? സീറോയിൽ. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്കറിയാം. സിഗ്നം ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 വരിക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 വരിക. അപ്പോൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, ദെയർഫോർ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അത് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻഡിയർ ഫംഗ്ഷൻ. ഒരു ഗ്രാഫ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻഡിയർ ഫംഗ്ഷൻ ഓർ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷൻ അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ഈ സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ഇവിടെ എല്ലാം ബ്രേക്ക് ഉണ്ട്, ഇവിടെ എല്ലാം ബ്രേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഇഫ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ പോയിൻറ്റ്സ്. അങ്ങനെ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻഡിയർ ഫംഗ്ഷൻ എക്സ് and limit x tends to c minus greater function x. What's the value of that? That is, ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ എക്സ് ഗ്രേറ്റർ ഫംഗ്ഷൻ എക്സിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ ഈ സി ഒരു 2.1 ആണെന്നിരിക്കും. സി പ്ലസ് 2.1 ഓർ 2.3. സി ഇസ് ആൻ ഇൻഡിയർ ആണ്. സി 2.1, സി 2.3 എക്സെട്ര. അപ്പോൾ അതിൻ്റെ വാല്യൂ സി പ്ലസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ 2 ആണ് എന്ന് പറഞ്ഞാൽ സി ആണ്. ഇവിടെ നമ്മൾ സി മൈനസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ. ദാറ്റ് മീൻസ് 1.99, 1.98 എക്സെട്ര. അപ്പോൾ ഈ സി മൈനസിലെ 1.99ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ്. എന്ന് പറഞ്ഞാൽ ഈ സിയേക്കാൾ 1 കുറവ് എന്ന് പറഞ്ഞാൽ സി -1 വരിക. സി -1. Okay, therefore limit does not exist ആണ്. Therefore greatest near function is not continuous at all integral points. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷനാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് നിയർ ഫംഗ്ഷനും സിഗ്നം ഫംഗ്ഷൻ എല്ലാം. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി അങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓൾ പോയിന്റിൽ നമുക്കിത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി വാട്ട് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നാണ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്കിലും ഇവിടെ ഒരു എക്സ് ആക്സ് വൈ ആക്സ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്സ് ആണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ ഒരു ലൈൻസ് ഉണ്ട്. ഒരു ലൈൻ ഉണ്ട് ഇവിടെ. അത് ആ ഗ്രാഫിൻ്റെ കോഡ്സ് ആണ്. ആ ലൈൻ ഗ്രാഫിൻ്റെ കോഡ്സ്. ഈ കോഡിൽ നമ്മൾ പറയുന്ന സമയത്ത്, ഈ കോഡ് നമ്മൾ വരക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്തു എ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് എഫ് ഓഫ് എ. Therefore coordinate of this point is a f of a. ഇവിടെ നമ്മൾ ഈ കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുത്തു ബി. ഇവിടെ അതിൻ്റെ എഫ് ഓഫ് ബി ഉണ്ടാവും. എഫ് ഓഫ് ബി. therefore here b f of b. അപ്പോൾ നമ്മൾ ഈ എ എഫ് ഓഫ് എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു. ഇവിടെ ബി എഫ് ഓഫ് ബി എന്നൊരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. y2 minus y1 divided by x2 minus x1. y2 minus y1 f of b minus f of a divided by b minus a. അതുപോലെ നമ്മൾ ഈ ഫംഗ്ഷന് നമ്മൾ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന് ജസ്റ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ്. ഇനി ഇതൊരു 2 ആണെങ്കിൽ 2നോട് ഒരു വാല്യൂ ആഡ് ചെയ്തതാണ് ഈ ബി. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് എച്ച്. എക്സിനോട് ഒരു വാല്യൂ ആഡ് ചെയ്താണ് എക്സ് പ്ലസ് എച്ച്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയി. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് എക്സ്. അതിനോട് നമ്മളൊരു പോയിൻ്റ് ആഡ് ചെയ്തു എച്ച്. ഈ എച്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ എക്സ് ഫിസിക്സ് നമ്മൾ ഡെൽറ്റ എക്സ് അല്ല, ഫിസിക്സിലല്ല മാത്സിലും ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സ് ഇത് എക്സ് പ്ലസ് എച്ച്. ദിസ് പോയിൻ്റ് ഈസ് എക്സ് എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എസ് പ്ലസ് എച്ച്. അപ്പോൾ ഈ കോഡിൻ്റെ സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് ഓഫ് ലൈൻ ഓർ കോഡ്.
y2 minus y1 by x2 minus x1 equal to f of x plus h minus f of x plus h minus f of x divided by x plus h minus x plus h minus x will cancel. ഇതാണ് നമ്മളുടെ ഈ ലൈനിൻ്റെ സ്ലോപ്പ്, അതൊരു കോഡാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ലൈൻ ഈ പോയിൻ്റ് ഈ എക്സിനോട് അടുത്ത് വരികയെന്നിരിക്കും, എക്സിനോട് അടുത്ത് വരികയാണ്. ദാറ്റ് മീൻസ് എച്ചിൻ്റെ വാല്യൂ ലെസ് ആവുക. അപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് ഇവിടെ വരുന്ന സമയത്ത് ഈ കോഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ പോയിൻ്റ് ഇവിടെ വരുന്ന സമയത്ത് ഈ കോഡ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഈ ഡിഫറൻസ് എച്ചിൻ്റെ വാല്യൂ സീറോയിലേക്ക് എത്തുമ്പോൾ ഈ പോയിൻറ്റും ഒരേ പോയിൻ്റായിട്ട് സെയിം പോയിൻ്റായി ജോയിൻ ചെയ്യും. ആ സമയത്ത് ഈ കോഡ് ഈ കേവിൻ്റെ ടാൻജൻ്റായിട്ട് മാറും. ടാൻജൻറ്റ് ദാറ്റ് മീൻസ് ഇത് സ്ലോപ്പ് ഓഫ് ലൈനാണ്. സ്ലോപ്പ് ഓഫ് ലൈൻ നമ്മൾ കണ്ടു. രണ്ട് പോയിൻറ്റും ഒരുമിച്ചാവൽ ഈ എച്ചിൻ്റെ വാല്യൂവിൽ 0 ആകുമ്പോൾ ദാറ്റ് മീൻസ് അപ്പോൾ ദാറ്റ് കോഡ് ബിക്കം ദ ടാൻജൻറ്റ് ഓഫ് ദാറ്റ് കേവ്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ ഈ രണ്ട് പോയിൻറ്റ് സെയിം ആവും. എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ നേരത്തെയുള്ള സ്ലോപ്പ് ഓഫ് ലൈൻ ബിക്കം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. Then we know that it is dy by dx or f dash x or dy by dx or y1 or y dash etc. It is called derivative of a function. അപ്പോൾ എന്താ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിന് ഒരു ടാൻജൻ്റ് ഉണ്ട്. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടാൻജൻറ്റ് ഈ ലൈനിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ഈ തീറ്റയുടെ ടാൻ തീറ്റ ആ ടാൻ തീറ്റയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഡിവൈഡ് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നത്. ദെർഫോർ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് എഫ് ഡാഷ് എക്സ്. ഈ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ നേരത്തെ ലിമിറ്റ് പറഞ്ഞ പോലെ എന്താ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഇങ്ങനെ വരുന്ന ടാൻജൻറ്റ്, ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഈ ടാൻജൻ്റെ സ്ലോപ്പ്. ആ ടാൻജൻ്റെ സ്ലോപ്പ് നമ്മൾ ഈ പോയിൻറ്റിൻ്റെ ക്ലോസസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ലോപ്പും കൂടെ സെയിം ആവുന്ന അപ്രോക്സിമേറ്റ്ലി സെയിം ആവുന്നത് കാണാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ദെർഫോർ വി ഡിസ്കസ് അബൌട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൽ നമുക്കറിയാം മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 മൈനസ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ എന്തുണ്ടാവുക? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 മൈനസ് എക്സ് ആണ്. ദെർഫോർ -1. ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ് 1. Therefore here left hand derivative and right hand derivative are not equal. Therefore it is not differentiable. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. ദാറ്റ് മീൻസ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻഷ്യബിൾ അല്ല? അതായത് ഇതിന് ഒരു ഇവിടുന്ന് വരുന്ന ഗ്രാഫ് ഇഫ് യു ടേക്ക് എ ഗ്രാഫ് ലൈക്ക് ദീസ്, ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്, ഈ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു ടാൻജൻ്റ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫിൻ്റെ മുകളിലുള്ള ഈ ടാൻജൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് ദിസ് പോയിൻ്റ്. ഇവിടെയുള്ള ടാൻജൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ ദാറ്റ് പോയിൻ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ടാൻജൻറ്റും ലെഫ്റ്റ് സൈഡിലെ ടാൻജൻറ്റും ഈ എഡ്ജുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കോയിൻസൈഡ് ചെയ്യില്ല. ഇവിടെ കേവ് വേണം, കേവ് ഉണ്ടെങ്കിലേ കോയിൻസൈഡ് ചെയ്യും. Therefore left hand derivative and right hand derivative are not equal. It is not differentiable. അപ്പോൾ നമ്മൾ ഗ്രാഫ് കണ്ടാൽ എങ്ങനെ ഡിഫറൻഷ്യബിൾ എല്ലാം തിരിച്ചറിയാം? ഒരു കൂർത്ത ഭാഗമുള്ള അല്ലെങ്കിൽ ഒരു എഡ്ജുള്ള
ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിഫറൻഷ്യബിൾ. ദെയർഫോർ ദിസ് ഫംഗ്ഷൻ ഈസ് നമുക്ക് മോഡ് എക്സിൻ്റെ ഗ്രാഫ് കണ്ടാൽ അറിയാം ഡിഫറൻഷ്യബിൾ അല്ല. എവിടെയല്ല? സീറോയിലല്ല. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1 ആണ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1 ആണ്, രണ്ടും ഈക്വൽ അല്ല. That is left hand derivative and right hand derivative and derivative of a function. ഇതാണ് സ്ലോപ്പ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഒന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ്റെ ഓൾ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, എഡ്ജിലെ ഭാഗങ്ങളൊന്നുമില്ല. ദെയർഫോർ ഇഫ് യു ടേക്ക് ദിസ് പോയിൻറ്റ് സി, ഇവിടെ കണ്ടിന്യൂസ് ആണ്, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ആണ്, ഇവിടെ ടാൻജൻ്റ് ഉണ്ട്, ഇങ്ങനെ ഇവിടെ ടാൻജൻ്റ് ഉണ്ട്, അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആണ്. അറ്റ് എക്സ് ഈക്വൽ സി ദ പോയിൻറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, ദിസ് പോയിൻറ്റ്, ഇൻ ദിസ് പോയിൻറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, ഇനി അപ്പോൾ ഇവിടുത്തെ ഇതിലുള്ള ടാൻജൻ്റെ സ്ലോപ്പ്, ഇതിൻ്റെ ടാൻജൻ്റെ സ്ലോപ്പ് ഇതാണ് സ്ലോപ്പ്. എക്സ് ആക്സ് വൈ ഉണ്ടാകുന്ന ആംഗിൾ ടാൻ തീറ്റ, അതാണ് dy/dx, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആൻഡ് we know that y equal to mod x is a continuous function, but y equal to mod x is not differentiable. That means y equal to mod x കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എഡ്ജ് ഉള്ളതുകൊണ്ട് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, ബട്ട് ദ കോൺവേഴ്സ് ഈസ് ഓൾവേസ് നോട്ട് ട്രൂ. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല, പക്ഷേ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിട്ടുള്ള ഫംഗ്ഷന് മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അങ്ങനെ ഡിഫറൻഷ്യബിൾ ആവാത്തൊരു ഫംഗ്ഷനാണ് y ഈക്വൽ ടു മോഡ് എക്സ്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും നമ്മൾ കണ്ടു. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, y² ഈക്വൽ ടു മോഡ് എക്സിൻ്റെ സ്ക്വയർ x². ദാറ്റ് മീൻസ് if you differentiation നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, d/dx of y², you know that it is implicit function. Therefore 2y into dy/dx equal to 2x. Then 2 will cancel. Therefore dy/dx equal to x/y equal to x by mod x. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് y ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഡൊമൈനിൽ എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഓൾ റിയൽ നമ്പേഴ്സിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ബട്ട് ഇൻ ദാറ്റ് 0, ആ 0ൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ദാറ്റ് മീൻസ് എക്സ് ബൈ മോഡ് എക്സിൽ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ dy/dx ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്നാൽ ഇതിന് വാല്യൂസ് ഇല്ല. അങ്ങനെ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് റോൾ സ്ഥിരത്തിലെല്ലാം വേണം, അതുകൊണ്ട് അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. അങ്ങനെ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് dy/dx എക്സ് ഈക്വൽ ടു 0ൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് y ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അതിൻ്റെ എക്സാമ്പിളാണ് y ഈക്വൽ ടു മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഞാൻ ഈ ഗ്രാഫ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഈ ഗ്രാഫ്സിൽ ഇപ്പോൾ 2019 ജസ്റ്റ് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിയാൽ കാണും, ജസ്റ്റ് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അവിടെ, ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഗ്രാഫ് കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ, 0 എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടാൽ തന്നെ തിരിയും 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, 0 എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല, ബിക്കോസ് ദർ ഇസ് ആൻ എഡ്ജ്. ദാറ്റ് മീൻസ് അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ വേണ്ടത്? ഇത് നമുക്കറിയാം, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇത് y ഈക്വൽ ടു x²ൻ്റെ ഗ്രാഫാണ്, y ഈക്വൽ ടു x². എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0ൽ എക്സ് ആണ് ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 മൈനസ് എടുക്കുമ്പോൾ x² വരിക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസിൽ x² ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്സിൽ എക്സ് ആണ്.
രണ്ടിനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0² ഈക്വൽ ടു 0. ദെർഫോർ ലിമിറ്റ് എക്സിസ്റ്റ്, അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് 2019 ക്വസ്റ്റനാണ്. ആൻഡ് സെക്കൻഡ് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇവിടെ ജസ്റ്റ് കൊടുത്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് x² 2x ആണ്. അറ്റ് x ഈക്വൽ ടു 0ൽ 2 × 0 ഈക്വൽ ടു 0 ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അറ്റ് x ഈക്വൽ ടു 0ലും 1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x ഈക്വൽ ടു 0 ഈസ് 0, ബട്ട് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈസ് 1. Therefore it is not differentiable at x ഈക്വൽ ടു 0. ഇത് 2019 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റനാണ്. അപ്പോൾ ഒരു ഗ്രാഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഈ 2018-19 ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഡിഫറൻഷ്യബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x ഈക്വൽ ടു 0 ഇൻ ദിസ് പോയിൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഡിഫറൻഷ്യബിലിറ്റിയിൽ ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ, ബട്ട് ഓൾ കോൺവേഴ്സ് ഈസ് ഓൾവേസ് നോട്ട്. ഓൾ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് ബട്ട് കോൺവേഴ്സ് ഈസ് ഓൾവേസ് നോട്ട് ട്രൂ. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു mod x, ഈ ക്വസ്റ്റനെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അങ്ങനെയുള്ള ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിന് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കുറേ മോഡൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യബിൾ അതിൽ നമ്മൾ ഒരു ഫങ്ഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ 11th കുറേ പഠിച്ചിട്ടുണ്ട്. d/dx ഓഫ് u പ്ലസ് v, d/dx ഓഫ് u പ്ലസ് ഓർ മൈനസ് v, uv പ്രോഡക്റ്റ് റൂള്, ആൻഡ് d/dx ഓഫ് u/v കോഷ്യൻ റൂള്. ഈ റൂൾസ് എല്ലാം നമ്മൾ 11th നമ്മൾ ചെയ്തതാണ്, +1 ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൽ ഈ കോഷ്യൻ റൂളെല്ലാം വരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം. d/dx ഓഫ് u/v ഒക്കെ ജസ്റ്റ് നമുക്കറിയാം. ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ v² ഇവിടെ എഴുതി വെക്കുക. വിയുടെ v², ദെൻ v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ du/dx മൈനസ് u ഇൻറ്റു dv/dx ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് നോക്കുന്ന ആൾക്കാർക്കെല്ലാം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ 12th വരുന്ന പോർഷൻസ് ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസാണ്. ഡിഫറൻഷിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ്. കോമ്പോസിറ്റ് ഫങ്ഷനെ നമ്മൾ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയും. അത് നമ്മൾ യൂസ് ചെയ്യൽ സിംപ്ലിഫൈ ചെയ്യൽ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യൽ. പക്ഷേ അങ്ങനെ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ട സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. f(x) ഈക്വൽ ടു sin 2x. അപ്പോൾ നമ്മൾ കോഷ്യൻ f(x) ഈക്വൽ ടു sin 2x ആണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2x ഈക്വൽ ടു ഓർ u ഈക്വൽ ടു 2x കൊടുക്കും. u ഈക്വൽ ടു 2x. Therefore f(x) equal to sin u or y equal to sin u. Then you find dy/dx. dy/du is cos u. And here du/dx നമ്മുടെ ഫംഗ്ഷൻ യുയിലാണ്. u equal to 2x ആണ്. f(x) y equal to 2x പകരം u equal to 2x. Therefore you find du/dx. du/dx equal to 2. Then cos u you can substitute u equal to 2x. Therefore dy/dx ആണ്. We can find dy/dx. dy/dx equal to dy/dx or f'(x). f'(x) equal to dy/du into du/dx. dy/du you call it as cos 2x. Therefore cos 2x into du/dx is 2. That is function of function chain rule. അപ്പോൾ ഈ ചെയിൻ റൂളിൻ്റെ ടൈപ്പിൽ നമ്മൾ എക്സാമിന് ചെയ്യേണ്ടതായിട്ട് വരില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് f(x) sin 2x ആണെങ്കിൽ sin 2xൻ്റെ ഡെറിവേറ്റീവ് cos 2x, 2xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടല്ല. നമ്മൾ അത്യാവശ്യം ഇതൊക്കെ നമ്മൾ 11th തന്നെ ചെയ്ത് പഠിക്കുന്നതാണ്. ഫിസിക്സിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് വെറുതെ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്തു നോക്കാം.
if y equal to cos x square, then y equal to cos x square, what is dy by dx? Dy by dx equal to, first the derivative of cos is minus sin x square into derivative of x square is 2x. Chain rule, derivative of x square is 2x. Therefore, that is equal to minus sin x square into 2x, that is 2x into minus sin x square. Then again d by dx of cos square x. d by dx of cos square x. d by dx of cos square x equal to, you know that first it is d by dx of cos x whole square. Cos x whole square. Therefore, first you consider as cos x whole square is d by dx of x square. Derivative of x square is 2x. Therefore, our first is cos 2 into cos x into, then derivative of cos x is minus sin x equal to minus, and you know that it is 2 sin x cos x. Trigonometric application നമ്മൾ അപ്ലൈ ചെയ്യണം എങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. 2 sin x cos x is sin 2x. Okay, and d by dx of cos square x square. ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് ഇതിൻ്റെ ഐഡിയ ഉണ്ടാവും, അവർ ക്ഷമിക്കുക, നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ചെയ്യും. d by dx of cos square x square. d by dx of cos square x square is first function is, it is d by dx of cos x square whole square. Therefore, first cos x square whole square. That is, it is derivative of cos x square. Derivative of x square is 2x. Therefore, first 2 into cos x square into 2 into cos x square into, then derivative of cos x square. Cos x square is minus sin x square. Therefore, it is minus sin x square into, then again derivative of x square. Derivative of x square is again 2x. Therefore, ഇവിടെ നമുക്ക് ട്രിഗണോമെട്രിക് അപ്ലിക്കേഷൻ കൊടുക്കാം. ഈക്വൽ ടു minus 2 into this 2 and this minus 2 into sin x square minus 2 into minus 2x into, again 2 sin x square cos x square. 2 sin x square cos x square. Therefore, it is minus 2x into 2 sin x square cos x square. It is 2 sin x cos x. Therefore, you can write as minus 2x into 2 sin x cos x sin 2x. Therefore, it is sin 2x square. Therefore, it is minus 2x into sin 2x square. Minus 2x into sin 2x square. അപ്പോൾ ഇവിടെ minus sin x square cos x square first function cos minus sin ആണ്, then again derivative of 2x. Here cos square x first you find x square ആണ് 2x, then again derivative of cos x minus sin x, and this, and just d by dx of root of log sin x cube by 3 minus 1. d by dx of root of log sin x cube by 3 minus 1. അപ്പോൾ ഇങ്ങനെ അത്രയും ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവാറില്ല, പക്ഷേ എങ്കിലും കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ d by dx of root log sin x cube by 3 minus 1. That is, first function is root. Therefore, derivative is 1 by 2 root of 1 by 2 root x in the derivative 1 by 2 root x are 1 by 2 root of log sin x cube by 3 minus 1 into, then again log of something log x in the derivative 1 by x are, therefore 1 by sin x cube by 3 minus 1 into,
And again derivative of sin x cube by 3 minus 1. Derivative of sin x is cos x. Therefore it is cos x cube by 3 minus 1 into, then again derivative of x cube by 3 minus 1, that is 1 by 3 into derivative of x cube is 3x square minus derivative of 1 is 0. അപ്പോൾ ഇതിൽ നമ്മൾ 1, 2, 3, 4 functions, composite function, 4 functions are derivative of root x 1 by 2 root x, log 1 by sin cos x cube by 3 minus 1, 1 by 3 into 3x square minus 0, 3x square minus 0. Therefore you can write as 3 will cancel, then x square is in the numerator, cos by sin is cot, therefore cot x cube by 3 minus 1 divided by 2 root log sin x cube by 3 minus 1. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നെങ്കിലേ മാക്സിമം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ടൈപ്പ് നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കാണാം. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡായിട്ട് വരുന്ന ഫംഗ്ഷനാണ് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, ഇതിനെ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നൊക്കെ എഴുതാം. അപ്പോൾ ഏതാണെങ്കിലും ഈ വൈയും എക്സും സെപ്പറേറ്റ് ആക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന ഫംഗ്ഷനാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വി കനോട്ട് സെപ്പറേറ്റ് ആസ് വൈ ആൻഡ് എക്സ്, അങ്ങനെ എക്സും വൈയും ആക്കാൻ പറ്റാത്ത ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ, ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് കളിച്ചാലും ഒരു സൈഡ് എക്സും ഒരു സൈഡ് വൈ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ, വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ വൈ മൈനസ് എക്സ്. ആണോ, ഇവിടെ വൈ വന്നു, ഇവിടെ വൈ വന്നു. Therefore we cannot separate as x and y. We cannot separate this as x and y. Therefore we cannot separate. It is a implicit function. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റിസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റിസ് ടു എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റിസ് ടു വൈ, you know that it is e raised to y into, again you write dy by dx. Okay, d by dx of e raised to y, d by dx of cot y, derivative minus cosec square ആണ്, minus cosec square y into, again you write as dy by dx. Derivative of y is 1, again you write as dy by dx. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള ഈ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, റെഡിയാക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. അതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. വൈ ഈക്വൽ ടു എക്സിൽ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫോംസിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യേഷനും അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിലും എവിടെയും നമ്മൾ ആൻസർ നല്ല സ്മൂത്തായിട്ട് പോകും. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് വാട്ട് 2x പ്ലസ് അഗെയിൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ യു ക്യാൻ യൂസ് പ്രോഡക്റ്റ് റൂൾ, ഇറ്റ് ഈസ് യു ആൻഡ് വി. therefore ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വൈ into derivative of x is 1 plus derivative of y square 2y into dy by dx equal to 0. Then you take dy by dx together, that is dy by dx of here there is x plus here there is 2y equal to, then all others you convert to right side, that is
2x minus 2x and plus y minus y. Therefore, dy by dx equal to minus of, you take minus outside, minus of 2x plus y divided by x plus 2y. That's the derivative of dy by dx. അപ്പോൾ ഇതിൽ നമ്മൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് നമ്മളെടുത്ത് എക്സിലെയും വൈയിലെയും ഫംഗ്ഷൻസ് ഒരുമിച്ചുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ NCERT ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഈസ് സൈൻ വൈ. സൈൻ വൈ ഈക്വൽ ടു എക്സ് സൈൻ എ പ്ലസ് വൈ. x sin a plus y. Sin y equal to x sin a plus y. So, this function is sin y equal to x sin a plus y. In this function, sin y equal to x sin a plus y, നമുക്ക് in this function ചെയ്യാം. But we can split into explicit manner. What is that? You can write in terms of x. x equal to sin y divided by sin a plus y. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്യാം. ദെൻ ഹിയർ x only, in right side y only. Therefore, you differentiate dx by dy. You can use quotient rule. Here, sin square a plus y, v square. Then v into sin a plus y into derivative of sin y is cos y minus numerator sin y into derivative of denominator sin a plus y cos a plus y. And then you know that it is a result sin a cos b minus cos a sin b. Sin a cos b minus cos a sin b. That is sin a minus b. Therefore, it is sin a plus y minus y divided by sin square a plus y. Therefore, you can cancel y, you get sin a divided by sin square a plus y. Okay, ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആക്കിയിട്ട് dx by dy കണ്ട് തിരിച്ച് ലാസ്റ്റ് dx by dy ആണ് കണ്ട് ലാസ്റ്റ് dy by dx ഈക്വൽ ടു sin square a plus y divided by sin a dy by dx. ഓക്കെ, ദെൻ അപ്പോൾ ഇത് നമ്മുടെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻ്റെ റിസൾട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. എങ്കിലും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എഴുതണം. ദാറ്റ് മീൻസ് ഇഫ് y equal to sin inverse x, find dy by dx. I will find dy by dx. That is y equal to sin inverse x. You know that x equal to sin y. x equal to sin y. അപൂർവമായിട്ട് ചോദിക്കാറുണ്ട് find derivative of sin inverse x. x equal to sin y. That is dx by dy equal to cos y. Sin by derivative cos y. Then take the reciprocal. dy by dx equal to 1 by cos y. 1 by cos y. അപ്പോൾ ഈ cos y നെ നമ്മൾ sin y ലേക്ക് കൺവേർട്ട് ചെയ്യണം. Therefore 1 by, you know that sin square x plus cos square x equal to 1. Therefore cos y you can write as root of 1 minus sin square y equal to 1 by root of 1 minus x square. That is the derivative of sin inverse x. Derivative of sin inverse x is 1 by root of 1 minus x square. All you can find sin inverse x, cos inverse x, all inverse trigonometric function using this type. That is derivative of sin inverse x 1 by root of 1 minus x square, cos inverse x minus 1 by root of 1 minus x square, tan inverse x 1 by 1 plus x square, cot inverse x minus 1 by 1 plus x square, sec inverse x minus 1 by x, sec inverse x 1 by x into root of x square minus 1, and cosec inverse x minus 1 by x into root of x square minus 1. ഈ റിസൾട്ടുകൾ കംപ്ലീറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ജസ്റ്റ്. അപ്പോൾ അങ്ങനെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ജസ്റ്റ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. അപ്പോൾ ഈ ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ
സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിലും കൂടെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മീൻസ് y = sin ഇൻവേഴ്സ് 2x by 1 + x². sin ഇൻവേഴ്സ് 2x by 1 + x². അപ്പോൾ ഇതിൽ നമ്മൾ 2 റിസൾട്ട് ഇവിടെ കാണുമ്പോഴേക്ക് ട്രിഗണോമെട്രി റിസൾട്ട് ഓർമ്മ വരണം. 2 tan θ by 1 + tan square θ. 2 tan θ by 1 + tan square θ is sin 2θ. 2 tan θ by 1 - tan square θ cos 1 - tan square θ by 1 + tan square θ. 1 + x² വന്നാൽ 1 - tan square θ 1 + tan square θ. മറ്റേത് 2x by 3 ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരും. 1 - x² by 1 + x², 2x by 1 - x². അപ്പോൾ ഇത് sin 2θ റിസൾട്ടാണ്. sin 2x 2 sin θ by 1 + 2 tan θ by 1 + tan square θ sin 2θ. 1 - tan square θ by 1 + tan square θ tan 2θ. Sorry, cos 2θ. 2 tan θ by 1 - tan square θ, it is tan 2θ. Therefore, you substitute x = tan θ. x = tan θ. അപ്പോൾ ഈ റിസൾട്ടിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറിയണം. 3x³ - 4x. എക്സിന് സൈൻ തീറ്റ കൊടുക്കേണ്ടത്. സൈൻ തീറ്റ കൊടുത്താൽ 3 sin cube θ - 4 sin θ, and it is the result of sin 3θ. 4x³ - 3x. 4 cos cube θ - 3 cos θ, it is cos 3θ. ഈ റിസൾട്ടുകളെല്ലാം നമ്മളോട് അപ്ലൈ ചെയ്യണം. ഈ ഏതാണോ പ്രോബ്ലം അതിനനുസരിച്ച്. അപ്പോൾ x = tan θ കൊടുത്താൽ സിംപ്ലിഫൈ ചെയ്യാം. sin ഇൻവേഴ്സ് 2 tan θ divided by 1 + tan square θ. 2 tan θ by 1 + tan square θ. That is equal to sin inverse sin 2θ. Sin inverse sin 2θ. That is sin inverse sin we can cancel. നമുക്കറിയാം inverse trigonometry. Therefore it has 2θ. That is equal to 2 into theta, you take it as tan inverse x. Tan inverse x. അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി നമ്മൾ ജസ്റ്റ് dy/dx കാണാനേ ഉള്ളൂ. dy/dx = 2 into tan inverse x 1 by 1 plus x². Therefore dy/dx = 2 into 1 by 1 plus x². 2 into 1 by 1 plus x². Then d/dx of just d/dx of sec tan inverse x. Substitution ഒന്നുമില്ല, ജസ്റ്റ് കൊടുക്കാണ്. dy/dx of sec tan inverse x. That means sec tan inverse x. Here sec tan inverse x. Sec tan inverse x. What's the derivative of sec x? Sec x tan x. Therefore sec tan inverse x is derivative is sec tan inverse x. Again tan inverse x. Tan inverse x. That is derivative of sec x tan x. Therefore derivative of sec tan inverse x into tan inverse x. Again derivative of tan inverse x is 1 by 1 plus x². Therefore tan inverse x is x. Therefore the result is x into sec tan inverse x divided by 1 plus x². 1 plus x². ഓക്കെ. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ ഇതിലൊക്കെ ജസ്റ്റ് സിമ്പിൾ വാല്യൂസ് എക്സിന് കൊടുത്തിട്ടാണ് നമ്മൾ കോമ്പറ്റീവ് എക്സാമിൻ്റെ എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യൽ. ദാറ്റ് മീൻസ് ഇതവിടെ ജസ്റ്റ് ഫൈൻ ഇഫ് y = sec tan inverse x, then find dy/dx at x = 1. At x = 1. അപ്പോൾ x = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 into sec tan inverse 1 divided by 1 plus 1². നമുക്കറിയാം tan inverse 1 45 ആണ്. sec 45 എന്ന് പറഞ്ഞാൽ cos 45ൻ്റെ റെസിപ്രോക്കലാണ്. എന്ന് പറഞ്ഞാൽ 1/√2ൻ്റെ റെസിപ്രോക്കൽ √2. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ √2 ആയി. divided by 1 plus 1 2. Therefore √2/2 = 1/√2. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ സ്കൂൾ NCERT ചെയ്യുന്നതാണ്. നമ്മൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇത് ജെയുടെ ക്വസ്റ്റ്യനാണ്. നേരത്തെ ചോദിച്ച ജെയുടെ ക്വസ്റ്റ്യനാണ് 2017 അപ്പോൾ അങ്ങനെ ഞാൻ ജെയുടെ ക്വസ്റ്റ്യൻ പറയാമല്ല,
നമ്മൾ NCERTയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് എക്സാമിനും ഓക്കെ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഏത് നമ്മുടെ നീറ്റ് എക്സാം ആണെങ്കിലും ഫിസിക്സിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഈ പ്രോബ്ലംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷൻസ് ഓക്കെ ആയിരിക്കണം. കാൽക്കുലേഷൻസ് ക്ലിയർ ആണെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് വരിക. കാൽക്കുലേഷൻ റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്ന് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പറഞ്ഞു, ഇൻവേഴ്സ് ട്രിഗണോമെട്രി പറഞ്ഞു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഇംപ്ലിസിറ്റ് ഫംഗ്ഷനും പറഞ്ഞു. ഇനി നമുക്ക് ഈ ഇതിൽ വരുന്ന ഫംഗ്ഷൻസാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ടാൻ ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യണം. അതിൻ്റെ ലോഗരിതമിക് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫോർത്ത് ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ മുകളിൽ, അതായത് g(x) ഒരു f(x) റേസ് ടു g(x), ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരും. f(x) റേസ് ടു g(x), f ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ ഫംഗ്ഷൻ. അപ്പോൾ ലോഗരിതം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻസിലായിരിക്കും ഈ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് വരുന്നത്. ദാറ്റ് മീൻസ് d/dx ഓഫ് log x ക്യൂബ്. അപ്പോൾ d/dx ഓഫ് log x ക്യൂബിന് ആദ്യം ലോഗാണ്. അപ്പോൾ d/dx log x 1/x ആണ്. 1/log x ക്യൂബ് ഇൻറ്റു അഗെയിൻ log x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 1/x ക്യൂബ് ഇൻറ്റു അഗെയിൻ ഡെറിവേറ്റീവ് ഓഫ് x ക്യൂബ് ഈസ് 3x². ഇത് സിംപ്ലിഫൈ ചെയ്യാം. x²/x ക്യൂബ് താഴെ x ഉണ്ടാവും. സിംപ്ലിഫൈ ചെയ്താൽ log x ക്യൂബിൻ്റെ സിംപ്ലിഫിക്കേഷനായി. ഇനി ഇങ്ങനെ ലോഗരിതം അപ്ലൈ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം, y = x raised to x. y = x raised to x. y = x raised to x. ലോഗരിതം അപ്ലൈ ചെയ്യാം ബോത്ത് സൈഡ്സ്. ദാറ്റ് ഈസ് log y can take log y = log x raised to x. ലോഗരിതം log x raised to x, log y = x log x. Then it is a implicit function. Differentiate log y. 1/y into dy/dx equal to, here we can use a product rule. That is x into derivative of log x is 1/x plus log x into derivative of x is 1. That means x will cancel. dy/dx equal to y, you can take out right side, y into 1 plus log x. You know that y is x raised to x. Therefore, x raised to x into 1 plus log x. That is the derivative of x raised to x. Derivative of x raised to x is x raised to x into 1 plus log x. അപ്പോൾ ഈ ടൈപ്പിൽ ലോഗരിതം അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ y = x raised to x, y = x raised to x raised to x. y = x raised to x raised to x our x കൂടെ അധികം. അപ്പോൾ you can take logarithm. That is log y = x raised to x log x. ഇത് നിങ്ങൾ ചെയ്യണം. ബാക്കി log y = x raised to x log x. സെയിം ക്വസ്റ്റൻ ആണ്. log y = x raised to x log x. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ you take it as x raised to x, സെക്കൻഡ് ഫംഗ്ഷൻ log x. Therefore x raised to x into derivative log x 1/x plus log x into derivative of x raised to x, you can directly substitute as x raised to x into 1 plus log x. Direct ആയിട്ട് substitute ചെയ്യുക. Then you can solve this. അത് നിങ്ങൾ ചെയ്യണം. And again y = x raised to x raised to x raised to up to infinity. Simple ആണ് question. x raised to up to infinity. That means if you look here, this function from here, it is also again a y. Therefore you write as y = x raised to y, x raised to y. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുവരെ പഠിച്ച എല്ലാം, അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം, ലോഗരിതം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം, എല്ലാം അപ്ലൈ ആണ്. അപ്പോൾ ടേക്ക് ദ ലോഗരിതം. ദാറ്റ് മീൻസ് log y = y log x, y log x. Then you differentiate with respect to x. 1/y into dy/dx equal to y log x ne y into derivative of log x 1/x plus log x into derivative of y is dy/dx. Then you take
dy by dx together, dy by dx of 1 by y minus 1, dy by dx of 1 by y minus log x, sorry, 1 by y minus log x equal to y by x here, equal to y by x. That means dy by dx of, take the LCM, y here 1 minus y log x equal to y by x. Then dy by dx equal to, you can take y right side, y into y square by x into 1 minus y log x. Okay. അപ്പോൾ here y equal to x raised to y, it is an infinite series, it is an infinite series, y equal to x raised to y. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം. ഇനി സ്ഥിരമായിട്ട് നല്ല മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് 3 മാർക്സിനെല്ലാം എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സാം ചെയ്ത് എക്സ് എസ് ടു വൈ, എക്സ് എസ് ടു വൈ ഈക്വൽ ടു ഇ റെസ് ടു എക്സ് മൈനസ് വൈ, എക്സ് റെസ് ടു വൈ ഈക്വൽ ടു ഇ റെസ് ടു എക്സ് മൈനസ് വൈ, ടേക്കിംഗ് ലോഗരിതം. അപ്പോൾ ലോഗരിതം എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയണം. വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ലോഗ് ഇ, എക്സ് മൈനസ് വൈ ലോഗ് ഇ. You know that log e equal to 1. Then here we can use product rule. Y into 1 by x plus log x into dy by dx or y dash equal to derivative of x is 1 minus y is dy by dx, dy by dx. That means dy by dx, taking the term dy by dx together, that is dy by dx of log x plus 1, here minus, here plus, plus 1 equal to 1 minus y by x, you write, take it outside, y by x. That means dy by dx equal to x minus y by x into 1 plus log x equal to x minus y by x. Therefore dy by dx equal to x minus y by x into 1 plus log x. Okay, that means y log x equal to x minus y log e is 1 and y into derivative of log x 1 by x plus log x in derivative of y dy by dx equal to derivative of x is 1 and y is dy by dx. Then you take dy by dx left side, dy by dx of log x and plus 1 equal to 1 minus y by x here, y by x, that is x minus y by x. Then you take 1 plus log x denominator, x minus y by x into 1 plus log x. That is a derivative of logarithmic function. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. Then again you can ഈ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഇൻഫിനിറ്റ് സീരീസും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, അത്രമാത്രം. y ഈക്വൽ ടു ഇ റിസ് ടു എക്സ് പ്ലസ് ഇ റിസ് ടു എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതിന് നമുക്ക് y ഈക്വൽ ടു വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഇവിടെ വെച്ചിട്ടാണ്. ഇപ്പോൾ y ഈക്വൽ ടു ഇ റിസ് ടു എക്സ് പ്ലസ് വൈ എഴുതാം, ഇ റിസ് ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇതേ ടൈപ്പിലായി നമുക്കത് ലോഗ് എടുക്കാം. ലോഗ് y ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ലോഗ് ഇ, എക്സ് പ്ലസ് വൈ ലോഗ് ഇ, എക്സ് പ്ലസ് വൈ ലോഗ് ഇ. ഇപ്പോൾ y ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. ലോഗരിതം യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് y റിപ്പീറ്റ് ചെയ്യുന്നത്, y. Therefore we take it as y equal to root of sin x plus y. Then squaring, you get y square equal to sin x plus y. ഇനി നിങ്ങൾ ചെയ്യണം y square equal to sin x plus y. ലോഗരിതം ഒന്നും എടുക്കണ്ട. 2y dy by dx equal to cos x plus dy by dx. Then you take the term containing dy by dx together. Then you can take derivative of the function y equal to this infinite function sin x plus root sin x plus etc. up to infinity. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ ലോഗരിതം ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഇൻഫിനിറ്റ് സീരീസും കൂടെ ജസ്റ്റ് ഓർത്തിക്കുക, ഇൻഫിനിറ്റ് സീരീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് പാരാമെട്രിക് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ.
അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ നമുക്കറിയാം സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരാമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവുക, dy/dx കാണണം, അല്ലെങ്കിൽ dy/dt. ആ ഫംഗ്ഷൻ തരുന്നത് ഏതെങ്കിലും ഒരു പാരാമീറ്റർ ടിയിലോ തീറ്റയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാരാമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 y² = 4x എന്ന പരബോള. ഈ പരബോളയുടെ പാരാമെട്രിക് ഫംഗ്ഷനാണ് x = at², y = 2at. പരബോള ഇതാ y² = 4x നിങ്ങൾ പഠിച്ചാണ്. x = at², y = 2at. അപ്പോൾ ഇതിൻ്റെ പാരാമെട്രിക് ഫംഗ്ഷൻ എഴുതാനൊന്നും പറയില്ല. ഫൈൻഡ് dy/dx if x = at², y = 2at. ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് യു ക്യാൻ നോ ദാറ്റ് ഫസ്റ്റ് യു ഫൈൻഡ് dx/dt. dx/dt = a into derivative of t² is 2t. a into 2t. And dy/dt = 2a into derivative of t is 1. Therefore, dy/dx = dy/dt divided by dx/dt. You know that dy/dt is here in second. ഇത് നമ്മൾ പല ആൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് പല സ്റ്റുഡൻസും ഓർക്കണം, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. dy/dt എന്ന് പറഞ്ഞത് ഇവിടെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് dx/dt. Therefore, 2a divided by 2at. You can cancel. It is we call it as 1/t. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒന്ന് നമ്മുടെ ലാസ്റ്റ് ഏരിയ ആണ് എങ്കിലും ഞാൻ ഇവിടെ എഴുതി വെക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് d²y/dx² ആണ് ക്വസ്റ്റ്യൻ ആയിരിക്കും. d²y/dx². അപ്പോൾ d²y/dx² ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് dy/dx = 1/t ആണ്. 1/t. Therefore, d²y/dx² = d/dx of 1/t. d/dx of 1/t. That is, ഇത് നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അത് നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്സിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു 1/t. പാരാമെട്രിക് ഫംഗ്ഷനാണ് dy/dx. Therefore, d²/dx², d/dx of 1/t. You know this function is in terms of t and we differentiate with respect to x. Therefore, derivative of 1/x minus 1/x². Therefore, derivative of 1/t is minus 1/t² into, again you write dt/dx because it is differentiated with respect to x. Therefore, it is minus 1/t² into dt/dx. That is equal to minus 1/t² into dt/dx is here. dx/dt is here. Therefore, dt/dx is the reciprocal of this. dt/dx is the reciprocal of this. That is 1/2at equal to minus 1/2at cube. That is the minus 1/2at cube. That is the second order derivative of x = at², y = 2at or d²y/dx². d²y/dx². ഇത് നമുക്ക് ലാസ്റ്റിൽ ഏരിയ ആണ്. എങ്കിലും ഈ പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ പാരാമെട്രിക് ഫംഗ്ഷൻ പോലെ തന്നെ ഇതിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഡിഫറൻഷിയേറ്റ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. ഡിഫറൻഷിയേറ്റ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ dy/dx കണ്ടു. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. d²/dx² കാണുമ്പോൾ ഓർത്തിരിക്കണം dt/dx എക്സ്ട്രാ ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 1/2at. ദെൻ നമ്മളിനി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് cos³ x വിത്ത് റെസ്പെക്ട് ടു sin³ x. ഡിഫറൻഷിയേറ്റ് ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ്റെ സെയിം ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഡിഫറൻഷിയേറ്റ് cos³ x വിത്ത് റെസ്പെക്ട് ടു sin³ x. അപ്പോൾ ഈ cos³ x നിങ്ങൾ u എന്ന് കൊടുക്കും, sin³ x v എന്ന് കൊടുക്കാം. Then differentiate u with respect to v. That is, you can find du/dv. അപ്പോൾ du/dv കാണാൻ you can write as du/dx
divided by dv by dx, du by dx divided by dv by dx. That is, you differentiate cos cube x with respect to x. Therefore, cos cube x in derivative 3 cos square x into cos x in derivative minus sin x divided by sin cube x in derivative dv by dx. That is 3 sin square x into sin x in derivative cos x. Then you can cancel 3, 1 cos and 1 sin. Then there is a minus sign. Here cos x, here sin x, cos by sin is cot x. That is the differentiation of a function with respect to another function. Okay, or another question is differentiate x cube with respect to log x. You take v equal to x cube, u equal to u or v, u equal to x cube, v equal to log x. Then you know that, like here du by dx 3x square, dv by dx 1 by x, then du by dv equal to du by dx by dv by dx. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ഡിഫറൻഷിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു another function with respect to another function. Okay, then next you can write as, you can know that it is a last point on this chapter. It is second order derivative. Second order derivative. Second order derivative. That means second order derivative നേരത്തെ നമ്മൾ കണ്ടു, എക്സ് സ്ക്വയർ ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. നമ്മൾ ഓർക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഡി വൈ ബൈ ഡി തീറ്റ, ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ ആണെങ്കിൽ ഫസ്റ്റ് ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എസ് ബൈ ഡി തീറ്റ കാണണം. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണുമ്പോൾ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് ഉണ്ടാകും. ഇതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ടാവും. അത് നിങ്ങൾ കെയർ ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഇപ്പോൾ വൈ ഈക്വൽ ടു സം എക്സ് ക്യൂബ് ലോഗ് എക്സ്. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ലോഗ് എക്സ്. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ലോഗ് എക്സിന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ, എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x plus log x into derivative of x cube is 3x square. Then x cube by x, you know that x square plus 3x square log x. Then you can take x square outside 1 plus 3 log x. Then again d square y by dx square, second derivative. X square into 1 plus 3 log x is 0 plus 3 by x, u into v ആണ്, u into v. First function u, second function v, product rule. X square into derivative of 1 plus 3 log x is 0 plus 3 by x plus 1 plus 3 log x into derivative of x square is 2x. Therefore it is x square into 3 by x, 3x plus 1 into 2x, 2x, 3 into 2x log x, 6x log x. അപ്പോൾ 3x plus 2x, 5x plus 6x log x. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി നമ്മൾ ഇത് ഒരു കോമ്പറ്റീവ് എക്സാമിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഡി ക്യൂബ് വൈ ബൈ ടി എക്സ് ക്യൂബ് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നെ അഗെയിൻ യു ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ ഡി റെസ് ടു 4y ബൈ ഡി എക്സ് റെസ് ടു 4 കാണാം. പക്ഷേ നിങ്ങളുടെ സിലബസിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വരെ സെക്കൻഡ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉള്ള ഇങ്ങനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനുള്ളത് അറിയണം. ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ അറിയണം. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് y equal to sin inverse x whole square. Then prove that y equal to sin inverse x whole square. Then prove that 1 minus x square into
d square y by dx square minus x dy by dx equal to 2. ഇതൊരു കോമ്പറ്റീവ് എക്സാം ആണെങ്കിൽ നമ്മൾ ചെയ്യൽ ഇതാ ഇത് തരും ഈക്വൽ ടു ഡാഷ് എന്ന് പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് വരാം, കോസ് ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ വരാം, ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ വരാം. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കോസ് ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ എല്ലാം ചെയ്യൽ ഒരേ സ്റ്റെപ്പിലാണ്. ഫസ്റ്റ് യു ഫൈൻഡ് dy by dx. dy by dx ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു again composite function sin inverse x derivative 1 by root of 1 minus x square. Then you take 1 by root 1 minus x square to left side, that is root of 1 minus x square into dy by dx equal to 2 sin inverse x. Then again differentiate, then only you can find the second derivative, that is here first function is u, second function is v. Therefore root of 1 minus x square into derivative of dy by dx d square y by dx square plus then product rule dy by dx into derivative of root of 1 minus x square. Derivative of root of 1 minus x square is 1 by 2 root of 1 minus x square into then again 1 minus x square derivative 0 minus 2x, that is minus 2x equal to 2 into derivative of sin inverse x is 1 by root of 1 minus x square. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിൽ 1 മൈനസ് എക്സ് റൂട്ട് ഓഫ് 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ടിൻ്റെ റൂട്ട് ക്യാൻസൽ ചെയ്യും. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഹിയർ മൈനസ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഹിയർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ വിൽ ക്യാൻസൽ. എഗെയിൻ ഓൺലി എക്സ് dy by dx equal to, if you multiply root of 1 minus x square, this will cancel, then only you get 2. Therefore 1 minus x square into d square y by dx square minus x dy by dx equal to 2. കംപ്ലീറ്റ് സ്റ്റെപ്പെല്ലാം കുറച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് സ്റ്റെപ്പ് ചേരുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റും. കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇടയിലുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഡിഫറൻഷിയേഷൻ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ വെച്ചാണ്. ഒന്ന് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻ. അടുത്ത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണണം, പിന്നെയും ഡെറിവേറ്റീവ് കാണണം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിന് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു എഗെയിൻ യു റൈറ്റ് dy by dx. ആൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ dy by dx കാണും. ലോഗരിതമിക് ഫംഗ്ഷൻ നമ്മൾ ഇതും ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് യു ടേക്ക് ലോഗരിതം, ദെൻ യു ഗെറ്റ് ലോഗരിതം. അതിലാണ് ഇൻഫിനിറ്റ് സീരീസുകളും വരുന്നത്. നെക്സ്റ്റ് പാരാമെട്രിക് ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷനായിട്ട് തരും, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു, ദെൻ യു ഫൈൻഡ് dy by dx. ലാസ്റ്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത്രയും ആണ് ഈ ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് നമ്മളെ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ ഏരിയ എന്നുള്ള സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ അങ്ങനെ നേരത്തെ ചോദിച്ചിട്ടുള്ള ജസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചെയ്യണമെന്നില്ല, അതുകൊണ്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് എക്സ് ക്യൂബ് പ്ലസ് 2x square y plus 3x y square plus 4y cube equal to 5. 2015 16 ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, 3x സ്ക്വയർ എഴുതാം, ഇവിടെ uv അപ്ലൈ ചെയ്യണം, ഇവിടെ uv അപ്ലൈ ചെയ്യണം, ഇവിടെ 3y സ്ക്വയർ എഴുതണം, dy by dx എഴുതണം, ഇവിടെ 0 ആണ്. Then you take the term containing dy by dx to left side, all others are on the right side. Then you get the answer. Okay, പ്രാക്ടീസ് ചെയ്യണം. സെക്കൻഡ് x equal to 2 cos cube theta, y equal to 2 sin cube theta, find dy by dx. 2016 ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞാൽ dy by dx കാണാം, പാരാമെട്രിക് ഫംഗ്ഷനാണ്. dy by d theta divided by dx by d theta കുറേ
ക്യാൻസൽ ചെയ്യും. നേരത്തെ നമ്മൾ കോട്ട് തീറ്റ കിട്ടിയ പോലെ ക്യാൻസൽ ചെയ്തതിൻ്റെ വാല്യൂ കാണും. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ്, സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1 മൈനസ് റിസൾട്ട് ഉള്ളത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ ചെയ്ത് നോക്കണം. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ ഈസ് കോസ് തീറ്റ. അപ്പോൾ 2 യു ഗെറ്റ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. therefore 2 sin theta cos theta is sin inverse sin 2 theta. Cancel this, you get only 2 theta, that is y equal to 2 theta. Then substituting, get 2 into theta is what? Sin inverse x. Then just dy by dx equal to 2 into 1 by root of 1 minus x square. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. 2016 2015 ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. 2018 ക്വസ്റ്റ്യനാണ് എക്സ് റെസ് ടു വൈ ഈക്വൽ ടു വൈ റെസ് ടു എക്സ്. സിമ്പിളാണ്. എക്സ് റെസ് ടു വൈ ഈക്വൽ ടു വൈ റെസ് ടു എക്സ്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് യു ഗെറ്റ് വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് വൈ. വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് വൈ. ഇവിടെ യു വി അപ്ലൈ ചെയ്യണം. യു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം യു വി. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം യു വി. ദെൻ you take the term containing y together, then you can find dy by dx എല്ലാം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇട്ട് തരുന്നത്. അത് നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഈ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലുള്ള 2 തിയറംസ് ഉണ്ട്. റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം. റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം. അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നേരത്തെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പറയാം. നമ്മുടെ 12th ടെക്സ്റ്റിൽ തന്നെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു തിയറം ഈ 2 തിയറംസ് മാത്രമാണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ തിയറംസ് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്കറിയാം തിയറംസ് എങ്ങനെ വരിക എന്നുള്ളത്. റോൾസ് തിയറം ഏതാ? ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് എ ബി. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം. റോൾസ് തിയറത്തിൻ്റെ മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെൻറ്റ് റോൾസ് തിയറത്തിൻ്റെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുക. ഇനി മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ റോൾസ് തിയറത്തിൻ്റെ പ്രോബ്ലം. അപ്പോൾ ജസ്റ്റ് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാത്തത് മാത്രം. എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് എ ബി. ദെൻ റോൾസ് തിയറം ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എഫ് ഈസ് continuous in closed AB, and second f is differentiable. നിങ്ങൾക്കറിയാം differentiable in open AB, and third condition f of a equal to f of b. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെലിനിടയ്ക്ക് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ്, എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ ഇടയ്ക്ക് എഡ്ജുള്ള ഭാഗങ്ങളൊന്നുമില്ല. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതിൻ്റെ ഇടയ്ക്ക് എഡ്ജുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഓക്കെയാണ്. ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷനിൽ നമ്മൾ എക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോഴും ബിക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോഴും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ വാല്യൂ കിട്ടുകയാണെങ്കിൽ വി സേ ദാറ്റ് there exists a point C in open AB. ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് സി ഉണ്ടാവും, ഓപ്പൺ എ ബി. സെറ്റ് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ്. എഫ് ഡാഷ് സി 0 ആകുക എന്ന് പറഞ്ഞാൽ സി എന്ന പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് സി എന്ന പോയിന്റിലുള്ള ടാൻജൻ്റെ സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിന് പാരലാണ്. ഇതാണ് റോൾസ് തിയറം. എഫ് ഡാഷ് സി ഈക്വൽ 0. അപ്പോൾ നമ്മൾ റോൾസ് തിയറം ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക നന്നായിട്ട്. അതിൻ്റെ ഗ്രാഫ് ഈ ടൈപ്പിൽ അവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഒരാൾ എഫ് ഓഫ് എ ഉണ്ട്, എഫ് ഓഫ് ബി ഉണ്ട്, രണ്ടും ഈക്വലാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. അപ്പോൾ ഈ 2 വാല്യൂസും ഈക്വലാണ്. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ടേൺ ചെയ്ത് പോയി.
തെറ്റിപ്പോയി. പോകുന്ന സമയത്ത് എറണാകുളം കാലിക്കറ്റ് ടു എറണാകുളം പോകുന്ന സമയത്ത് ജസ്റ്റ് പാലക്കാട് റൂട്ടിലേക്ക് ജസ്റ്റ് കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ടേൺ ചെയ്യണം. അങ്ങനെ ടേൺ ചെയ്താലേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ എത്താൻ പറ്റൂ. ആ ടേണിംഗ് പോയിൻ്റാണ് F'(C). F'(0) എന്ന് പറഞ്ഞത്. അതാണ് വെറുതെ ഗ്രാഫ് നോക്കിയിട്ട് പറഞ്ഞതാണ്. ശ്രദ്ധിക്കേണ്ടത് ഈ FOAയും FOBയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇതിലുള്ളൊരു ഗ്രാഫ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ടേണിംഗ് പോയിൻറ്റ്സ്, ഇതാണ് നമ്മൾ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ മാക്സിമം പോയിൻ്റ്, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമം എന്നെല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ F'(C) = 0 എന്നൊരു പോയിൻ്റ്, അതാണ് റോൾസ് തിയറം. ആൻഡ് സെക്കൻഡ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം സെയിം കണ്ടീഷൻസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആവണം, എഫ് ഡിഫറൻഷ്യബിൾ ആവണം. ഈ കണ്ടീഷൻ വേണ്ട, നിങ്ങൾക്കറിയാലോ, ഈ കണ്ടീഷൻ വേണ്ട. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിന് ഇതാ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇതാ ഈ മീൻ വാല്യൂ തിയറത്തിന് ഒരു ഗ്രാഫ് ഇങ്ങനെ പോവാം. ഇവിടെ ഇവിടെ ഒരു പോയിൻ്റ് F(A) ഉണ്ടാവും, ഇവിടെ ഒരു പോയിൻ്റ് F(B) ഉണ്ടാവും, അതുപോലെ തന്നെ F(B), A(F)(A), B(F)(B). അങ്ങനെയാണെങ്കിൽ then there exists a point C in open AB such that the mean value തിയറത്തിൽ ഇതിന് പകരം F'(C) = F(B) - F(A) divided by B - A ഉണ്ടാവുക. F(B) - F(A) divided by B - A. അപ്പോൾ ഈ F(B) - F(A) divided by B - A എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഇവിടെ നോക്കുക. ഇതാ ഇവിടെ ഒരു ലൈൻ വരക്കാം. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് y2 - y1 / x2 - x1 ആണ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് y2 - y1 / x2 - x1 ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, FOB - FA / B - A ആണ് ഈ ലൈൻ്റെ സ്ലോപ്പ്. ഇതേ ലൈൻ്റെ സ്ലോപ്പുള്ള കുറേ ടാൻജൻറ്റ് ഇതിനുണ്ടാവും. അതാണ് F'(C) = FOB - FOB B - A. കുറേയല്ല, അറ്റ്ലീസ്റ്റ് വൺ ടാൻജൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ്റെ അതേ സ്ലോപ്പുള്ള അതുണ്ടാവും, അതേ ചെരിവുള്ള അതേ സ്ലോപ്പുള്ള ലൈൻസ് 1, 2, 3 ഇതൊക്കെ സെയിം സ്ലോപ്പുള്ള ലൈൻസ് ഇവിടെ ഉണ്ട്. ഇതാണ് മീൻ വാല്യൂ തിയറം. അത് ഞാൻ ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ എക്സാം എഴുതാൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നില്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ്. അപ്പോൾ ഇത് റോൾസ് തിയറം ആണ്. അപ്പോൾ നമ്മൾ ഈ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ വേണ്ട, ബാക്കി 2 കണ്ടീഷൻ മതി. റോൾസ് തിയറം ആണെങ്കിൽ ഈ 3 കണ്ടീഷനും വേണം. അങ്ങനെയാണെങ്കിൽ ഇത് മസ്റ്റ് ആയിരിക്കും, C in open AB such that F'(C) = 0. അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഗ്രാഫിൻ്റെ ഏകദേശം ഒരു ഐഡിയാസും അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഒരു ഓരോ പ്രോബ്ലം മാത്രം ചെയ്യാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും റോൾസ് തിയറവും മീൻ വാല്യൂ തിയറത്തിൻ്റെയും പ്രോബ്ലംസൊക്കെ ജസ്റ്റ് നന്നായിട്ട് അറിഞ്ഞായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യാം. F(x) = x² + 2x - 8. F(x) = x² + 2x - 8. x² + 2x - 8. x in -4 2. x in -4 2. അപ്പോൾ നമ്മൾ വേരിഫൈ റോൾസ് തിയറം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ, വേരിഫൈ റോൾസ് തിയറം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് F(x) കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യണം. F(x) ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷനും സിഗ്നം ഫംഗ്ഷനുമാണ്. ബാക്കി ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫംഗ്ഷന്. Therefore F(x) ൽ x² + 2x - 8 പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് -4 2 എന്ന് പറയണം. ക്ലോസ്ഡ് -4 2 ഒന്നാമത്തെ സ്റ്റെപ്പിൽ. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ആൻസറൊക്കെ നമുക്ക് നേരത്തെ അറിയാം. സെക്കൻഡ് F'(x) കാണണം. F'(x) = ഡെറിവേറ്റീവ് ഓഫ് x² ഈസ് 2x + 2. F'(x) 2s + 2 ആണ്. അപ്പോൾ F'(x) 2s + 2 ആണ്. അപ്പോൾ ഈ 2s + 2 ഡിഫൈൻഡ് ആണ് എവിടെ, -4 2ൽ. എന്താ അതിൻ്റെ മീനിങ്? -4ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് ഇവിടെ കൊടുത്താലും F'(x) എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. Therefore F(x) is differentiable in -4 2. ഡിഫറൻഷ്യബിൾ ആണ്, എഴുതി വെക്കണം. ആൻഡ് തേർഡ് കണ്ടീഷൻ F(-4) കാണണം. F(-4) ഇതിൽ -4 കൊടുക്കണം. അറിയാം നിങ്ങൾക്ക്. -4² 16 ആണ്. 2 × -4 -8 ആണ്. -8 ആണ്, 0 കിട്ടും. ആൻഡ് F(2) =
2 സ്ക്വയർ 4 ആണ്. 4 + 2 × 4 4 + 4 8 - 8 0 കിട്ടും. അപ്പോൾ തേർഡ് കണ്ടീഷനും ഓക്കെ ആയി. എഫ് ഓഫ് -4 = എഫ് ഓഫ് 2. അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 പോയിൻറ്റ് സി ഇൻ ഓപ്പൺ -4 2. ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഓപ്പൺ -4 2 സെറ്റ് ദാറ്റ് എഫ് ഡാഷ് സി = 0. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? -4ൻ്റെയും 2ൻ്റെയും ഇടക്ക് എഫ് ഡാഷ് സി 0 ആകുന്ന ഒരു വാല്യൂ ഉണ്ടാവണം. അപ്പോൾ എഫ് ഡാഷ് സി 0 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എഫ് ഡാഷ് സി = 2c + 2. ദാറ്റ് ഈസ് 2c + 2 = 0. 2c + 2 = 0. ദാറ്റ് ഈസ് 2c = -2. ദാറ്റ് ഈസ് c = -1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി c -1 ഇൻ -4 2. -4ൻ്റെയും 2ൻ്റെയും ഇടക്കുള്ള ഒരു വാല്യൂ ആണ് -1. ദെർഫോർ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. റോൾസ് തിയറം വെരിഫൈ ആയി. അപ്പോൾ നമ്മൾ ഈ റോൾസ് തിയറം വെരിഫൈഡ് എന്ന ക്വസ്റ്റ്യൻസ് റോൾസ് എന്ന ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അറിയാം ഏതാ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടാവും. അതിൻ്റെ 3 കണ്ടീഷൻസ് എഴുതണം. ലാസ്റ്റ് എഫ് ഡാഷ് എക്സ് കണ്ടാൽ -4ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ വെരിഫൈ റോൾസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റില്ല, നിങ്ങൾ ചെയ്ത് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പതുക്കെ റീമേക്ക് ചെയ്യുക. ഈ -4ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂസ് ലാസ്റ്റ് സിയിൽ കിട്ടണം. അപ്പോൾ അത് ആൻസർ നേരത്തെ അറിയാം, വളരെ സിമ്പിളാണ്. ആൻസർ -4ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ കിട്ടും. കിട്ടിയിട്ട് നമ്മൾ റോൾസ് തിയറം വെരിഫൈ ചെയ്ത് വെക്കണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക, അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടാത്തതാണെങ്കിൽ നമ്മളോട് പറയും ചെക്ക് ദ അപ്ലിക്കബിലിറ്റി ഓഫ് റോൾസ് തിയറം ഓർ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് അപ്ലിക്കബിൾ ഫോർ റോൾസ് തിയറം. അങ്ങനെ പറയും. അങ്ങനെ പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കൊക്കെ വേണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് ദ അപ്ലിക്കബിലിറ്റി ഓഫ് റോൾസ് തിയറം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് = x². എഫ് ഓഫ് എക്സ് = x² ഇൻ 1 2. എഫ് ഓഫ് എക്സ് x² ഇൻ 1 2. അപ്പോൾ x² 1 2 സമയത്ത് x²ൻ്റെ വാല്യൂ 1 2 സമയത്ത് 1 കൊടുത്താൽ 1² ആണ് 1, 2 കൊടുത്താൽ 2² 4 ആണ്. അപ്പോൾ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വേറെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയാം. അതങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എഫ് ഓഫ് എക്സ് = x⁻²/3. ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലൊരു ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് = x⁻²/3. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് x = 0. ഇതിന് വാല്യൂസ് ഉണ്ട് x = 0. ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് x = 0. ഓക്കെ. ദെർഫോർ എഫ് ഡാഷ് എക്സ് = 2/3 × x⁻² - 1. That is 2/3 × x⁻³ - 1/3. That is 2/3 × 1/x⁻⁴. നമുക്കറിയാം ഈ 1/x വന്നതുകൊണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവണം. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0 ഇത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x = 0 ഓർ x = 0 എഫ് ഡാഷ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. Therefore എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. ഇതിൻ്റെ ഡൊമൈനിൽ 0 ഉണ്ട്, പക്ഷേ ഈ 0ൽ ഇതെന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷനിൽ റോൾസ് തിയറം നോട്ട് അപ്ലിക്കബിളാണ്. റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യന് അവർ പറയും ഈ റോൾസ് തിയറം നോട്ട് അപ്ലിക്കബിൾ. അല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കിട്ടണം. അതൊന്ന് കെയർ ചെയ്യുക. അതുപോലെ ഇതിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ മീൻ വാല്യൂ തിയറത്തിന്. അപ്പോൾ ജസ്റ്റ് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ എഴുതാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കണം. എഫ് ഓഫ് എക്സ് = x² - 4x - 3. x² - 4x - 3 in 1 4. അപ്പോൾ അത് റോൾസ് തിയർ അല്ല, മീൻ വാല്യൂ തിയറാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ആയി വെക്കണം. എഫ് ഡാഷ് എക്സ് കാണണം. എഫ് ഡാഷ് എക്സ് 2x - 4 ആണ്. അത് ഓപ്പൺ 1 4 എല്ലാ പോയിന്റിലും എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. ദെർഫോർ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. കഴിഞ്ഞു. അതിന് എഫ് ഓഫ് 1 എഫ് ഓഫ് 4 ഈക്വൽ ആവണ്ട മീൻ വാല്യൂ തിയറത്തിന്. എഫ് ഓഫ് 1 ഈക്വൽ അല്ല. എഫ് ഓഫ് 1 2 - 4 -2 ആണ്. എഫ് ഓഫ് 4 8 - 4 4 ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ല. അപ്പം മീൻ വാല്യൂ തിയറത്തിന് അത് വേണ്ട. Therefore then there exists at least 1 point C in between 1 4 such that
എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതാണ് മീൻ വാല്യൂ തിയറം. ദെർഫോർ എഫ് ഡാഷ് സി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2c മൈനസ് 4 ഈക്വൽ ടു ബി മൈനസ് എ 4 മൈനസ് 1 ഇതിലുണ്ട് 4 മൈനസ് 1 ആൻഡ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 4 ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3 16 മൈനസ് 16 മൈനസ് 3 ആണ്. അപ്പോൾ അത് എഫ് ഓഫ് ബി മൈനസ് 3 മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 കൊടുക്കണം. 1 മൈനസ് 4 മൈനസ് 3 മൈനസ് 6 ആണ്. മൈനസ് 6. അപ്പോൾ ഇതിൻ്റെ മൈനസ് ക്യാൻസൽ പ്ലസ് ആയി. മൈനസ് 3 പ്ലസ് 6 3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 2c മൈനസ് 4 ഈക്വൽ ടു 1. ദെർഫോർ 2c ഈക്വൽ ടു 5, c ഈക്വൽ ടു 5/2 ഈക്വൽ ടു 2.5. കാൽക്കുലേഷൻ ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്തു നോക്കണം. സിയുടെ വാല്യൂ 2.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2.5 ഈസ് ഇൻ ബിറ്റ്വീൻ 1, 4. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നമുക്കറിയാം എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് സി കണ്ടിട്ട് എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ 4 മൈനസ് 1 ചെയ്താൽ there must be you get a value in between 1 and 4. 1ൻ്റെയും 4ൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റും. അല്ലാതെ റോൾസ് തിയറും മീൻ വാല്യൂ തിയറും തരില്ല. നിങ്ങൾ ചെയ്ത് തെറ്റും. അപ്പോൾ ഈ 2 ഓപ്പൺ ഇൻ്റർവെല്ലിലുള്ള 1-4 പോയിൻ്റ് മീൻ വാല്യൂ തിയറത്തിലും കിട്ടണം. 1-4ൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിൻ്റ് റോൾസ് തിയറത്തിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാതെ നമ്മൾ എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടുള്ള റോൾസ് തിയറം. ഇനി നമ്മൾ ഈ റോൾസ് തിയറം റോൾസ് തിയറത്തിൻ്റേത് കഴിഞ്ഞ് നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലുള്ള ഏരിയാസ് മാത്രം നമ്മളൊന്ന് ഓടിച്ച് പറയാം. അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സ്പീഡിൽ പറയും. അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ നേരത്തെ അറിയാം. ക്വസ്റ്റ്യൻ വരുമ്പോഴേക്ക് ആൻസർ നമുക്ക് നേരത്തെ അറിയും. ഓട്ടോമാറ്റിക്കായ ആൻസർ അറിയാം. അല്ലാതെ നമ്മളിപ്പോൾ മെട്രിക്സ് നമ്മൾ ഈസി ചാപ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മെട്രിക്സിൻ്റെ ഒരു പോളിനോമിയൽ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആൻസർ തെറ്റിയാൽ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിലും ആൻസർ തെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ആൻസർ തെറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ആൻസർ തെറ്റി എന്നുള്ള അറിയാവുന്നതാണ് മാത്തമാറ്റിക്സിൻ്റെ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ ഐഡിയ. ഓക്കെ. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഒന്നാമത് വരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ഥിരമായിട്ട് ഫിസിക്സിലൊക്കെ കേട്ടതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ എസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ് 2t³ മൈനസ് 9t² പ്ലസ് 9t 9t² പ്ലസ് 9t പ്ലസ് 8. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ മതി. എസ് ഈക്വൽ ടു 2t³ മൈനസ് 9t² പ്ലസ് 9t പ്ലസ് 8 ഡിസ്പ്ലേസ്മെൻറ്റ് പാർട്ട് എസ്. ദെൻ ഫൈൻഡ് t when the acceleration is 0 and find the velocity at that instant. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ds/dt നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ടൈം. ഞാൻ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് t when acceleration is 0 and find the velocity at that instant at this time t. Therefore ഫസ്റ്റ് യു ഫൈൻഡ് ds/dt. നിങ്ങൾ ചെയ്താൽ മതി. ds/dt കാണും. ds/dt അങ്ങനെ ds/dt 6t² മൈനസ് 18t പ്ലസ് 9 6t² പ്ലസ് 18t പ്ലസ് 9 അങ്ങനെ 6t² പ്ലസ് 18t പ്ലസ് 9 ചെയ്യുന്ന സമയത്ത് 6 ഔട്ട്സൈഡ് 9t പ്ലസ് 18 19t പ്ലസ് ഓക്കെ 9t² പ്ലസ് 9. അപ്പോൾ ds/dt കാണുന്ന സമയത്ത് നമുക്ക് 6 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് 2t³ മൈനസ് 9t² പ്ലസ് 9t പ്ലസ്
8. Okay. About acceleration is find t when acceleration is 0. 6t square minus 18t plus 9 equal to, and again d square s by dt square, second derivative. അപ്പോൾ ഇതാണ് വെലോസിറ്റി, ഇതാണ് ആക്സലേഷൻ, d square s by dt square, that is 12t minus 18. Given that when acceleration is 0, find the value of t. Therefore, it is equal to 0. Therefore, 12t minus 18 equal to 0. 12t equal to 18. T equal to 18 by 12 equal to 3 by 2. അപ്പോൾ 3 by 2 സെക്കൻഡിലാണ് ആക്സലേഷൻ 0 ആവുന്നത്. Then our question is to find the velocity at that instant. That is, at t equal to 3 by 2, what is the velocity is there? Therefore, you find the velocity is here. Therefore, just you write v at t equal to 3 by 2. ഈ v equal to 3 by 2 എന്ന വാല്യൂ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യാം, ടീന് അപ്ലൈ ചെയ്യാം, അതൊക്കെ വെലോസിറ്റി കിട്ടി. അപ്പോൾ ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഫിസിക്സിലെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ ഏതാ? സെക്കൻഡ്, the volume of a spherical balloon increasing at the rate of 20 centimeter cube per second. The volume of a spherical balloon increasing at the rate of 20 centimeter cube per second. Then find the rate of change of it is. Then find the rate of change of it is surface area. The rate of change of it is surface area when the radius is 8 centimeter. Radius is 8 centimeter. Rate of change ഉള്ള ക്വസ്റ്റ്യൻ ആണ്. The volume of a spherical balloon എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ എക്സ്പാൻഡ് ചെയ്യാണ് 20 centimeter cube per second. Then find the surface area. The surface area S at rate of change of surface area when r equal to 8 centimeter. Therefore, 20 centimeter cube per second ആണ് dv by dt. Therefore, dv by dt equal to 20. You have to find ds by dt. ds by dt at r equal to 8. ഇതാണ് കാണേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക്. dv by dt 20 ആണ്, ds by dt at r equal to 8 കാണണം, at r equal to 8. അപ്പോൾ നമ്മൾ v equal to pi spherical balloon 4/3 pi r square 4/3 pi r cube ആണ് വോളിയം, 4/3 pi r cube. Then dv by dt equal to 20. അപ്പോൾ you find dv by dt equal to 4/3 pi into r cube ഡെറിവേറ്റീവ് 3r square into dr by dt equal to 20. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. dr by dt equal to 20 divided by 3 cancel 4 pi r square that is 20 4 5 by pi r square dr by dt ആണ്, dr by dt. Then you find ds by dt at r equal to 8. ds by dt at r equal to 8. ds by dt at r equal to 8. Therefore, s equal to surface area of a sphere is 4 pi r square. Therefore, 4 pi r square. s equal to 4 pi r square. Then ds by dt equal to 4 pi into derivative of r square is 2r into dr by dt. 2r into dr by dt. That is equal to 4 pi into 2r into ds by dt at r equal to 8 ആണ്. Therefore, 4 pi into 2 into 8 into dr by dt നമ്മൾ നേരത്തെ കട്ട് ചെയ്യുന്നുണ്ട് 5 by pi r square. 5 by pi r square. Therefore, pi will cancel. 4 into 2 into 8 into 5 r you can replace here. 1 r will cancel. 5 divided by 4 into 2 into 5
divided by r. R is 8. Therefore, 4 into 4 pi into 2r into dr by dt. 4 pi into 2r into dr by dt equal to 4 pi into 2r into dr by dt is 5 by pi r square. 5 by pi r square. Then pi will cancel, 1 r will cancel. Therefore, it is 4 into 2, 8 into 5, 40 divided by r. 40 divided by r. Therefore, ds by dt at r equal to 8 is 40 by 8 equal to 5. 5 centimeter square per second. ആ റേറ്റിലാണ് നമ്മുടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഇതിലാണ് ഏരിയ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയുടെ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർത്തിരിക്കണം. വെലോസിറ്റി ആക്സലേഷൻ നമ്മൾ മറ്റേൽ ചെയ്തതാണ്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ക്ലാസ് കുറച്ച് സ്പീഡിലാണ്. അത് നമ്മൾ ഇതിനുള്ള എക്സ്ട്രാ വർക്കുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് 7 to 11 ഉറക്കഴിയുന്ന ആൾക്കാർക്കുള്ളതാണ് 2 ചാപ്റ്ററും. ദെൻ സെക്കൻഡ്, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. സെക്കൻഡ് വരുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അപ്പോൾ നമുക്കറിയാം കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പോകുന്നതിന് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഡിക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആ തിരിച്ചറിയാം? നമുക്ക് നേരത്തെ പറഞ്ഞ dy/dx പോവാം. നമ്മൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാണ്, ടാൻജൻറ്റ്. അപ്പോൾ ആ ടാൻജൻറ്റ് വരച്ചാൽ നമുക്കറിയാം ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും tan 90നേക്കാൾ ലെസ് ആയിരിക്കും. tan 90നേക്കാൾ ലെസ് ആയിരിക്കും. കാരണം ഇത് 90 ഡിഗ്രിയേക്കാൾ ലെസ് ആയിരിക്കും. ഈ സ്ലോപ്പ് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എപ്പോഴും tan 90നേക്കാൾ ചെറുതായിരിക്കും. tan 90നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ ടാൻ്റെ സൈന് പോസിറ്റീവാണ്. അപ്പോൾ ഈ ടാൻജൻ്റെ സ്ലോപ്പ് എപ്പോഴും പോസിറ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ dy/dx പോസിറ്റീവായിരിക്കും. ഇനി ഇതിനുള്ള ടാൻജൻറ്റ് ഇങ്ങനെ ഉണ്ടാവുക, ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, അതെപ്പോഴും 90നേക്കാൾ ബിഗ്ഗസ്റ്റ് ആയിരിക്കും. അപ്പോൾ 90നേക്കാൾ ബിഗ്ഗസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ടാൻ എടുത്താൽ അതെപ്പോഴും സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ നെഗറ്റീവാണ്. ദെർഫോർ ഇറ്റ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടാൻജൻറ്റിൻ്റെ എല്ലാം സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അതിന് മീനിങ് ഇതിൻ്റെ dy/dx നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ. ഞാൻ തിയറി ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഐഡിയ. ദാറ്റ് മീൻസ് ഒരു ഫംഗ്ഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് ആണെന്ന് തിരിയൽ എങ്ങനെയാണ്? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഡിക്രീസിങ് ആണെന്ന് തിരിയലോ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇവിടുന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ വരെ ഇൻക്രീസിങ് ആണ്. കാരണം അതിൻ്റെ ടാൻജൻറ്റൊക്കെ ഈ ടൈപ്പിലുണ്ടാവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫംഗ്ഷനൊക്കെ ഡിക്രീസിങ്, അതിൻ്റെ ടാൻജൻറ്റൊക്കെ ഈ ടൈപ്പിലുണ്ടാവുക. എന്ന് പറഞ്ഞാൽ 90 tan > 90 ആയിരിക്കും നെഗറ്റീവ്, tan <90 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. ഇനി അങ്ങനെ ഇൻക്രീസിങ് എന്ന് ഡെറിവേറ്റീവ് പോസിറ്റീവ് ഡിക്രീസിങ്ങിലേക്ക് ഡെറിവേറ്റീവ് നെഗറ്റീവിലേക്ക് പോകുമ്പോഴാണ് നമുക്കിവിടെ മാക്സിമം കിട്ടൽ. അതാണ് നമ്മുടെ അടുത്ത പോയിൻ്റ് നമുക്ക് പറയാനുള്ളത്, മാക്സിമ ആൻഡ് മിനിമ. അപ്പോഴാണ് നമുക്ക് മാക്സിമം പോയിൻ്റ് കിട്ടുക. മാക്സിമം ഇതാണ് മാക്സിമം, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ f of x equal to x³ minus 3x square. f of x equal to x³ minus 3x square. x³ minus 3x square plus 3x minus 100. Show that the function is always an increasing function. Always increasing function എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാണ് increasing function. അപ്പോൾ ഇതിൻ്റെ f' കാണാം. f' equal to 3x square minus 6x plus 3x square minus 6x. 3x square minus 3x square 6x plus 3. Then you can take 3 outside. 3 into
x square minus 2x plus 1. You know that it is 3 into x minus 1 whole square. And whole square is always positive. Therefore, it is always an increasing function. അപ്പോൾ ഇത് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. ഇനി ഇതിൻ്റെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റൻ ചോദിക്കുക എങ്ങനെ നിങ്ങൾക്കറിയാം. Find the intervals. നിങ്ങൾക്കറിയാം. Find the intervals in which the function is increasing or decreasing. Find the intervals in which the function is increasing or decreasing. A polynomial is given 2x cube. 2x cube minus 15x square. 2x cube minus 15x square plus 36x plus 1 ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എവിടെയാണ് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്ന് കാണണം. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ചെയ്യുന്ന ഏരിയ ഡിക്രീസിങ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നൊരു ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്, റോൾസ് തിയറം. ആ ടേണിംഗ് പോയിൻറ്റ്സിലൊക്കെ എഫ് ഡാഷ് സി 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉടൻ എഫ് ഡാഷ് സി കാണണം. എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 6x square minus 30x plus 36. You can take 6 outside, x square minus 5x plus 6. That is 6 into x minus 2 into x minus 3. 6 into x minus 2 into x minus 3. ഇനി നമുക്ക് ആ ടേണിംഗ് പോയിൻറ്റ്സ് കാണണം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 implies 6 into x minus 2 into x minus 3 equal to 0. That means x equal to, you know that, 2 and 3. അപ്പോൾ ഈ 2ലും 3ലും വെച്ചിട്ട് ഈ ഫംഗ്ഷൻ എവിടേക്കെങ്കിലും ഏതോ ഒരു സ്ഥലത്തേക്ക് ടേൺ ചെയ്യുന്നുണ്ട് 2ലും 3ലും വെച്ചിട്ട്. അപ്പോൾ ആ 2ലും 3ലും വെച്ചിട്ട് എങ്ങോട്ട് ടേൺ ചെയ്യുന്നുണ്ട് കാണാൻ നമുക്കറിയാം. ഈ 2ലും 3ലും 2, 3 ഹിയർ മൈനസ് ഇൻഫിനിറ്റി, ഹിയർ ഇൻഫിനിറ്റി. അപ്പോൾ ഈ 2ലും 3ലും വെച്ചിട്ട് 3 ഇൻ്റർവൽ ഉണ്ട്. മൈനസ് ഇൻഫിനിറ്റി ടു 2 ഉണ്ട്, 2 to 3 ഉണ്ട്, 3 to ഇൻഫിനിറ്റി ഉണ്ട്. ഇൻ്റർവൽസ് 3 ഇൻ്റർവൽസ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇൻ്റർവെല്ലിനിടക്ക് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് നോക്കണം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഴുതി വെച്ചിട്ടുണ്ട് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ ഏതെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മൈനസ് ഇൻഫിനിറ്റി 2ൻ്റെ വാല്യൂ എടുക്കുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു 0 മൈനസ് 2 നെഗറ്റീവാണ്, 0 മൈനസ് 3 നെഗറ്റീവാണ്, നെഗറ്റീവ് പോസിറ്റീവാണ്. അവിടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ആൻഡ് 2, 3 2ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് കൊടുത്താൽ 6 ഇൻറ്റു 2.5 മൈനസ് 2 പോസിറ്റീവാണ്, 2.5 മൈനസ് 2 പോസിറ്റീവാണ്, 2.5 മൈനസ് 3 നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, ഡിക്രീസിങ് ആണ്. 3ൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ കൊടുക്കാം. 3ൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ കൊടുത്താൽ 3 മൈനസ് 2 പോസിറ്റീവാണ്, 4 മൈനസ് 2 പോസിറ്റീവാണ്, 4 മൈനസ് 3 പോസിറ്റീവാണ്. ഇവിടെയും പോസിറ്റീവാണ്, അവിടെ ഇൻക്രീസിങ് ആണ്. Therefore, our function is increasing in the interval minus infinity to 2 union 3 to infinity and decreasing in 2 to 3. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട് മൈനസ് ഇൻഫിനിറ്റി 2, 3. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോവാണ്. മൈനസ് ഇൻഫിനിറ്റി 2ൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 2 to 3ൽ ഡിക്രീസിങ് ആണ്, ഇവിടെ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 3 to ഇൻഫിനിറ്റിയിൽ ഇൻക്രീസിങ് ആണ്, ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് ആണ്, ഇവിടം വരെ ഡിക്രീസിങ് ആണ്, ഇവിടെ ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് ദാറ്റ് ഈസ് മാക്സിമ ആൻഡ് മിനിമയിലെത്തി. ഇതാണ് ലോക്കൽ മാക്സിമം, ഇതാണ് ലോക്കൽ മിനിമം. ഇത് ലോക്കൽ മാക്സിമം, ഇത് ലോക്കൽ മിനിമം. അപ്പോൾ ഈ ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു 2ൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്, എക്സ് ഈക്വൽ ടു 3ൽ ഒരു ലോക്കൽ മിനിമം ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്വസ്റ്റനാണ്. ഈ ദ ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. അങ്ങനെ നമ്മൾ ഈ ഗ്രാഫിലൂടെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവാണ്, 2ൻ്റെ റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്, 3ൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ എഫ് ഡാഷ് എക്സ് ചേഞ്ചസ് സൈൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി, then it is the point of local maximum. And if a sign is increases from negative to positive as x increases through, it is minimum.
It is called point of maximum and point of minimum, and this theorem is called first derivative test to find maxima, local maxima and local minima. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാന്ന് പറഞ്ഞാൽ ദാ ഇവിടുന്ന് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോവാണ്. അപ്പോൾ x = 2ൽ മാക്സിമം ഉണ്ട്, മാക്സിമം. ആൻഡ് x = 3ൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ മിനിമം ഉണ്ട്, ലോക്കൽ മിനിമം അറ്റ് x = 3. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ ഇതേ കണ്ടീഷനാണ്. f' = 0 ആയിരിക്കും. f" പോസിറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ f"x കാണാം. f"xന് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം. 12x മൈനസ് 30, 12x മൈനസ് 30 ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ x = 2 കൊടുത്താൽ, സെക്കൻഡ് ഡെറിവേറ്റീവിൽ x = 2 കൊടുത്താൽ 12 × 2 മൈനസ് 30, 24 മൈനസ് 30 നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിൽ ലോക്കൽ മാക്സിമം. ആൻഡ് f"xൽ 3 കൊടുത്താൽ, 3 കൊടുത്താൽ ഏതാ 12 × 3 മൈനസ് 30, 12 × 3 മൈനസ് 30, 3 കൊടുത്താൽ 12 × 3 മൈനസ് 30, 36 മൈനസ് 36 പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ഉണ്ടാവും, ലോക്കൽ മിനിമം. അപ്പോൾ ഇതാണ് ലോക്കൽ മിനിമം, ഇതാണ് ലോക്കൽ മാക്സിമം. അപ്പോൾ നമ്മൾ ഇതിൽ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടു, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ കണ്ടു, മാക്സിമ മിനിമ എങ്ങനെ കാണാമെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലിനി ആകെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സ് നമുക്കറിയാം. ഒന്ന് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ ആൻഡ് എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷൻ. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ ആൻഡ് എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് കൂടെ ഇതിൽ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദ കർവ് y = x³ + 3 at a point 1, 3 അങ്ങനെയുള്ള ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് നോർമൽ കാണാൻ. ആൻഡ് എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷൻ ഈ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് 2 പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ മാക്സിമ ആൻഡ് മിനിമയുടെ അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസും ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് നമ്മൾ കിട്ടുന്ന സമയത്ത് അതിന് നമുക്ക് കൂടുതൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. നിങ്ങൾക്കറിയാം ഏകദേശം നമ്മുടെ ഒരു 18-20% ഒരു പോർഷനാണ് നമ്മൾ കവർ ചെയ്ത്. അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അതിൽ കണ്ടിന്യൂറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ടിന്യൂറ്റിയിൽ നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് വേണം, കണ്ടിന്യൂറ്റി ഇൻ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി, കണ്ടിന്യൂറ്റി ഇൻ എ ക്ലോസ് ഇൻ്റർവൽ എ ബി, കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ആൻഡ് ഡിഫറൻഷിയേഷനിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ? ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ നോട്ട് ഡിഫറൻഷ്യബിൾ, ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യേഷൻ നമ്മൾ കുറേ പറഞ്ഞു. കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് പറഞ്ഞു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഡിഫറൻഷ്യേഷൻ പറഞ്ഞു. എങ്ങനെ ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി അറിയണം, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് അറിയണം, മാക്സിമ ആൻഡ് മിനിമ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ, എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷൻ. അപ്പോൾ ഈ എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷനും ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമലും വേറെ സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ ഇന്ന് തന്നെ റെഫർ ചെയ്യുക. എന്നിട്ട് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇന്നൊരു അറ്റ്ലീസ്റ്റ് 3 hours എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഈ ഇപ്പോഴുള്ള ഈ സമയം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. നാളെയൊക്കെ നിങ്ങൾ വീട്ടിൽ ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്തെല്ലാം ഇതുമായിട്ട് ഉള്ള കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ക്ലിയർ ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, ടൈം വേസ്റ്റ് ആക്കരുത്. നമുക്ക് ശരിക്ക് ഇത് നമുക്കെല്ലാവർക്കും ഒരു ദുഃഖമുള്ള സമയമാണെങ്കിലും നമുക്കൊരു ഇഷ്ടംപോലെ പഠിക്കാൻ ടൈം കിട്ടിയ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ സാറിനെ പോലെ തന്നെ ഒരു 5 o'clock എഴുന്നേറ്റ് നന്നായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഒരാൾക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് സമയമാണ്, 2-3 മാസം കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടി. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പം എല്ലാവർക്കും കുറച്ച് സ്പീഡിലാണ് ക്ലാസ് എന്നുള്ളത് അറിയാം. കാരണം അത്രയും നല്ലൊരു വൈഡായുള്ള പോർഷനാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് സ്പീഡിൽ ക്യാച്ച് ചെയ്യണം. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവർ
പിന്നെ ഒരുപാട് ടീം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ നിങ്ങൾക്ക് ഇപ്പോൾ 2 മണിക്കൂർ ക്ലാസ് ആണെങ്കിലും ഇവരൊരുപാട് ആൾക്കാർ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ MSFൻ്റെ കോർഡിനേറ്റേഴ്സിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇവിടെ തന്നെ ഒരുപാട് ഈ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതിൻ്റെ ഒരു സ്ട്രെയിനിലെ ഒരു ഇത് അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് അതിൻ്റെ ഫലം കാണിച്ചു കൊടുക്കണം. അടുത്ത എക്സാമിന് 80 ഔട്ട് ഓഫ് 80 ഇൻ മാത്തമാറ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുക, മാത്തമാറ്റിക്സ് നിങ്ങൾ അറിയാത്തതല്ല, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയാം. പക്ഷേ ആൻസർ തെറ്റാതെ നിങ്ങൾ എഴുതുക. ആൻസർ തെറ്റാതെ എഴുതാനുള്ള ഒരൊറ്റ ഐഡിയ, അത് സിമ്പിൾ ഐഡിയ, നല്ല സ്മൂത്തായിട്ട് പോകും ക്വസ്റ്റ്യൻ. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റിയിട്ടുണ്ടാവും. അത് വീണ്ടും റീമേക്ക് ചെയ്യുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ കുട്ടികൾക്കും 80 ഔട്ട് ഓഫ് 80 കിട്ടണം. അത് കിട്ടാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ടൈം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അതിന് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. അത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പാരൻസും ഇപ്പോൾ നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളായിട്ട് ഇത് വേണ്ടാന്ന് വെക്കണ്ട, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച നമ്മുടെ MSFൻ്റെ ഈ പ്രവർത്തകർക്കും അതുപോലെ നിങ്ങൾ ഇത്ര നേരം ക്ലാസ്സുകൾ നന്നായിട്ട് ഇരുന്ന് ഇനി ഇതിൻ്റെ വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം. ക്ലാസ് കൊണ്ട് മാത്രമല്ല വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക്സ്. സ്പീഡ് കൂടിനോ? ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ? അല്ല അത് കുഴപ്പമില്ല. ഇതാക്കണോ? ഓക്കെ, കട്ട് ചെയ്തോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, +2-ലെ മാത്തമാറ്റിക്സിൻ്റെ മേഖലയാണ് പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സാർ ഇത്രയും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു വലിയ മേഖലയാണ് ഗണിതം. തിയറിയും പ്രാക്ടിക്കലും സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അത് വളരെ മനോഹരമായ രീതിയിൽ മാത്സിനെ സുലളിതമായ രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്രയും സമയം അതിൻ്റെ പ്രാക്ടിക്കൽ വശം പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സാറ് ഇവിടെ എടുത്തു തന്നിട്ടുള്ളത്. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2.5 മണിക്കൂർ ഏകദേശം നമ്മുടെ ഈ ക്ലാസ് മുജീബ് റഹ്മാൻ സാറ് നമ്മുടെ ക്ലാസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി മാത്സിൻ്റെ മേഖലയിൽ നമുക്കറിയാം കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ധാരാളമായിട്ടുള്ള ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബിൻ്റെ ലിങ്കിലും നിങ്ങൾക്ക് മുജീബ് റഹ്മാൻ സാറുടെ നമ്പർ അതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഏത് സംശയമുണ്ടെങ്കിലും ഏത് സമയത്തും മുജീബ് റഹ്മാൻ സാറെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സാറുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ടോ ഡയറക്റ്റ് ഫോൺ വഴിയോ നിങ്ങൾക്ക് ആ സംശയങ്ങൾ ചോദിക്കുകയും സാർ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്തുകയും ചെയ്യും. ഇത്ര സമയം നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു മാത്സ് ആകുമ്പോൾ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ സംബന്ധിച്ചിടത്തോളം തിയറി ആയിട്ടായിരിക്കും കൂടുതലായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ടത്. പക്ഷേ മാത്സ് കൃത്യമായ രീതിയിൽ വരച്ച് കാണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് കുട്ടികൾക്ക് പറഞ്ഞു തരണം. അതൊരു മുഷിപ്പുമില്ലാതെ സാധാരണയായി നമ്മൾ ക്ലാസ് നടത്തുമ്പോൾ അതിനിടയിൽ ചില ഇൻ്റർവെല്ലുകളൊക്കെ എടുക്കാറുണ്ട് ചില അധ്യാപകർ. പക്ഷേ അതൊന്നും പോലും ആ സമയം പോലും നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയായിരുന്നു പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സാർ ഇത്രയും സമയം ഒരു പ്രയാസമില്ലാതെ ഈ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു തന്നു. ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഇവിടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ സാറിന് മലപ്പുറം ജില്ലാ MSF കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഇവിടുത്തെ സ്ഥാപനത്തിലെ മാനേജർ ഇവിടെ ഇത്രയും സമയം ഇതേപോലെ തന്നെയാണ് അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത്. അതേ